ഇന്നത്തെ രാത്രിയിലെ ദൈവവചനാധ്യാനത്തിനായിട്ട് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 5-6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 5 and 6. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവും ഉള്ളവരായിരിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ രാത്രിയിൽ ആയിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നും അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനാൽ അങ്ങ് ഞങ്ങളെ വഴി നടത്തുമെന്നും അങ്ങയുടെ ശ്രേഷ്ഠമേറിയ വാഗ്ദത്തമുള്ളത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. ഏറെ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും അപ്പച്ചൻ്റെ ശബ്ദത്തിനു വേണ്ടി ഞങ്ങൾ ചെവി ഓർക്കുന്ന കർത്താവേ, താഴ്മയോടെ ഇരിപ്പാൻ അങ്ങ് കൃപ നൽകണം. ഹൃദയങ്ങളെ തുറക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമേറിയ പ്രവൃത്തി ഞങ്ങളിൽ ചെയ്തെടുത്ത് അന്യത്തിനും ഞങ്ങളെ മുന്നോട്ട് ജയാളികളായി നടത്തിക്കാട്ട്. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. സഹോദരങ്ങളെ, ഈ തിരുവചനത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, ദിസ് ഈസ് എ റിമൈൻഡർ to every child of God who has been redeemed by the blood of Christ, who has been called with an everlasting calling. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് നിത്യമായ വിളിയാൽ ദൈവം വിളിച്ച് തൻ്റെ ഭവനക്കാരാക്കി മാറ്റിയ, തൻ്റെ ജനമാക്കി മാറ്റിയ ഓരോ വിശ്വാസിക്കും, ഓരോ ദൈവ പൈതലിനുമുള്ള ഒരു ഓർമ്മ പുതുക്കലാണിത്. എന്താണെന്നറിയാമോ? ഈ ലോകമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിലെ സിസ്റ്റത്തെ, ലോകത്തിലെ വ്യവസ്ഥകളെ നാം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന്. This world is influenced by the power of darkness, the spirit of darkness. അപ്പോൾ ഈ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ, ദുഷ്ടൻ്റെ അധീനതയിലായിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, the Lord is reminding us who we are, what is our identity. നമ്മുടെ വിളി എന്താണെന്ന്, നമ്മൾ ആരാണെന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നു, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളാണ്. വെളിച്ചത്തിൻ്റെ മക്കളാണ്. യു ആർ ദ ചിൽഡ്രൻ ഓഫ് ലൈറ്റ്. ലൈറ്റിനെ ഇവിടെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 5 പറയുന്നു, ഗോഡ് ഈസ് ലൈറ്റ്. ദൈവം വെളിച്ചമാകുന്നു. അപ്പോൾ നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. My brothers, my sisters, always remember, why are these big lights created? Big lights, I mean sun and the moon and all the stars and everything in the sky. Why are they created? Why have they been created? എന്തിനാണ് ആകാശത്തിൽ ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെയും ദൈവം സൃഷ്ടിച്ചത്? ഹല്ലേലൂയ. സൂര്യനെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് നമുക്കറിയാം. എന്തിന്? വെളിച്ചം നൽകാൻ വേണ്ടിയാ, അല്ലേ? There is a purpose behind its creation. അതിനെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ കൂടെ മറ്റു പല ആക്സസറീസും ഉണ്ട്. അതിന് ചേർത്ത് കൂടെയുള്ള എനർജി, so many things are there, we know it, but primarily it is meant for light. അല്ലേ? ലൈറ്റിന് വേണ്ടി, വെളിച്ചത്തിന് വേണ്ടി. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചത്തിന് വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും ഹല്ലേലൂയ സ്വർഗത്തിൽ അവൻ സൃഷ്ടിച്ചു വെച്ചുവെന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ നമ്മൾ വായിക്കുന്നു, അല്ലേ? പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളൊക്കെയും അവൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, രാത്രി നമ്മൾ എത്ര മണിക്കൂറുകൾ വൈകിയിരുന്നെന്ന് പറഞ്ഞാലും കാവൽക്കാർ കാത്തിരിക്കുന്നത് പോലെ നേരമൊന്ന് വെളുത്താൽ മതി എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആഫ്റ്റർ എ കപ്പിൾ ഓഫ് അവേഴ്സ് സൺ കംസ് ഔട്ട്, സൺ റൈസസ് അപ്പ്. സൂര്യൻ ഉദിച്ചാൽ അന്ധകാരത്തോട്, ഇരുളിനോട് മാറിപ്പോകാൻ പറയേണ്ട കാര്യമില്ല. By the way, we know that കർത്താവ് വെളിച്ചത്തെ മാത്രമാണ് സൃഷ്ടിച്ചത്, ഇരുളിനെ സൃഷ്ടിച്ചില്ല. ഇരുളിൻ്റെ മേൽ ആധിപത്യം കൊടുക്കുവാൻ തക്കോണം വെളിച്ചത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ വെളിച്ചം ഉള്ളിടത്ത് ഓട്ടോമാറ്റിക്കലി ഇരുള് മാറും.
when we are talking about this darkness, what sort of a darkness we think about? നമ്മൾ ഈ ഇരുട്ട് അല്ലെങ്കിൽ അന്ധകാരം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഇരുട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഹല്ലേലൂയ. നമ്മളിവിടെ താഴേക്ക് വന്ന് വായിച്ചു വരുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, ഇരുട്ടിൻ്റെ പ്രവർത്തികൾക്ക് നിങ്ങൾ കൂട്ടാളികളാവരുത്. നെവർ ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദ വർക്ക്സ് ഓഫ് ഡാർക്ക്നെസ്. സീ, ഡാർക്ക്നെസ് ഈസ് പേഴ്സോണിഫൈഡ് ദെയർ. അന്ധകാരത്തെ വ്യക്തിവൽക്കരിച്ചിരിക്കുക. അന്ധകാരത്തെ വ്യക്തിവൽക്കരിക്കുമ്പോൾ അവൻ്റെ പേരാണ് പിശാച്. നമുക്കറിയാം അവൻ്റെ ആധിപത്യമാണ്. ഇരുട്ടിൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ദുഷ്ടശക്തികളോടുള്ള നമ്മുടെ പോരാട്ടത്തെക്കുറിച്ച്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും. 6:12 നമ്മളത് വായിക്കുന്നു എഫേസ്യ ലേഖനത്തിൽ. അപ്പോൾ what the Bible teaches, what the Bible tells us that we don't belong to the darkness, the world of darkness. അന്ധകാരത്തിൻ്റെ കൂട്ടവകാശികളല്ല നമ്മൾ വെളിച്ചത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുക. എന്തിനാണെന്നറിയാമോ കർത്താവ് ഇത് ഓർമ്മിപ്പിക്കുന്നത്? വെളിച്ചത്തിൻ്റെ മക്കളെന്നുള്ള പേര് നമുക്കുണ്ട്. നാം വെളിച്ചത്തെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മളുടെ പ്രവർത്തികൾ ഇരുളിൻ്റെതായി മാറിപ്പോകുന്നു. താഴേക്ക് വായിക്കും നമുക്കറിയാം, ഉറങ്ങുന്നവർ താഴേക്ക് 1-2 വാക്യങ്ങൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നാം പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹം എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായിരിക്കുക. അപ്പൊ സുബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ചില അനുഭവങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ ഓർക്കുക, എന്തിന് ആകാശത്തിൽ സൂര്യനെ ആക്കി വെച്ചിരിക്കുന്നുവോ അതേ പദ്ധതിയും അതേ പർപ്പസുമാണ് എന്നെയും നിങ്ങളെയും കർത്താവ് ഓരോ സ്ഥലങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്നതിന് പിന്നിലുള്ളത്. എന്തിനെന്നറിയാമോ? ആ ദേശത്തിന് വെളിച്ചം കൊടുക്കുവാൻ തക്കവണ്ണം, അവിടെ ആയിരിക്കുന്ന സമൂഹത്തിന് വെളിച്ചം കൊടുക്കുവാൻ തക്കവണ്ണം, അവിടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ചുറ്റുപാടും ദൈവം കണക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ മധ്യത്തിൽ വെളിച്ചം കൊടുക്കുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. വി ആർ കോൾഡ് ടു ബി സ്റ്റാർസ്, വി ആർ കോൾഡ് ടു ബി ലൈറ്റ്. ഹല്ലേലൂയ. നമ്മൾ ആയിരിക്കുന്നിടത്ത് വെളിച്ചമായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സഹോദര സഹോദരി, നമ്മുടെ വാക്കുകളിൽ ആ വെളിച്ചത്തിന്റെ ശോഭ വരുന്നുണ്ടോ? നമ്മുടെ പ്രസൻസ് ഒരിടത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഇരുട്ട് മാറുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഇരുട്ടിന്റെ ആധിപത്യത്തിൽ, അന്ധകാരത്തിന്റെ ആധിപത്യത്തിലായിരിക്കുന്ന ചില വ്യക്തികളുടെ അടുക്കൽ നാം സംസാരിക്കുമ്പോൾ, അവരോടുകൂടെ 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അവരിലെ ആ നിരാശ മാറുന്നോ? അവരിലെ ആ ഭാരം മാറുന്നുണ്ടോ? അവരുടെ ജീവിതത്തിലേക്ക് ഒരു ആശാകിരണം, ഒരു ആശ്വാസം കടന്നു ചെല്ലുന്നുണ്ടോ? Will there be a ray of hope when we mingle with the people, when we fellowship with the people, when we socialize with the people, when we spend some time with the people? അതാണ് വെളിച്ചത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം നോക്കിയേ, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമുള്ളവരായിരിക്കുക. താഴേക്ക് വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട്, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. So many things. That is the works of devil. That is the works of the world, or that is the works of darkness. ഇരുളിന്റെ പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെയും ഇരുളിന്റെ മറവിൽ ആ പ്രവർത്തികളൊക്കെയും ചെയ്യുകയാണ്. കർത്താവ് പറയുകയാണ്, അവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യരുത്. We need to stand out. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമുക്കൊരു വലിയ കോളിംഗ് കർത്താവ് തന്നിരിക്കുക. സഹോദര സഹോദരി, നിന്നെയും എന്നെയും കർത്താവ് കണ്ടിരിക്കുന്നുവെങ്കിൽ നിന്നെയും എന്നെയും അവൻ പണിതെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലുള്ള എല്ലാവരെയും കർത്താവ് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ തിരുവചനം പറയുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ഒരു ഇലക്ഷനെ കുറിച്ച്, ഒരു we have been predestinated, we have been predestined. അവൻ മുൻനിയമിച്ചിരിക്കുന്നു എന്നൊരു വചനം ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ അർത്ഥം he has chosen some people from among this big lot. ഈ വലിയ കൂട്ടത്തിന്റെ മധ്യത്തിൽ നിന്ന് അവൻ ചിലരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ചിലരെ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്തിനെന്നറിയാമോ? ടു റെപ്രസെന്റ് ഹിം ഇൻ ദിസ് വേൾഡ് ഓഫ് ഡാർക്ക്നെസ്. ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ മുമ്പിൽ ഈ വെളിച്ചത്തെ റെപ്രസെന്റ് ചെയ്യുവാൻ തക്കവണ്ണം, ഇന്നത്തെ വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ, ഈ വെളിച്ചത്തെ റെപ്രസെന്റ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും അവൻ ആക്കി വെച്ചിരിക്കുക. വാട്ട് ഈഫ് നമുക്ക് വെളിച്ചമില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആ പോയിന്റിലേക്ക് ഞാൻ വരാൻ പോകുന്നത്. റോമലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും
നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. സി ഹല്ലേലൂയ. ആ ഭാഗത്തേക്ക് ഞാൻ 1 മിനിറ്റ് ഒന്ന് വന്നിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമൻസ് 8:30 മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. whom he did predestinate, them he also called, and whom he called, them he also justified, and whom he justified, them he also glorified. You see, ഒരാളെ കർത്താവ് മുൻ നിയമിച്ചിരിക്കുന്നെങ്കിൽ ഇത് എന്റേതാണെന്ന് കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു. ബിഫോർ ഹി ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി എർത്ത് he did find us, he did call us, he did choose us in Christ. If my brothers, my sisters, if you believe that you are one among them, then remember this. Be careful about your calling. Be careful who you are and I am. സഹോദര സഹോദരി, ലോകസ്ഥാപനത്തിന് മുൻപേ മുൻ നിയമിക്കപ്പെട്ടവരിൽ ഒരു വ്യക്തിയാണ് നീ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബി അഫ്രൈഡ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ നിന്നെ കർത്താവ് വെറുതെ വിടില്ല. നിന്നെ ശ്രേഷ്ഠമേറിയ ഒരു കോളിങ്ങിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഇവിടെ പറയുന്നു അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു. കമോൺ കമോൺ കം 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 ഫോളോ മീ. വിളിച്ചത് മാത്രമല്ല, വിളിച്ചിട്ട് അവരെ നീതീകരിച്ചിട്ട് പറയുകയാണ് ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. സ്തോത്രം. ലോകത്തിൽ നിന്ന്, പാപത്തിന്റെ നടുവിൽ നിന്ന്, പാപികളുടെ മധ്യത്തിൽ നിന്ന് നമ്മുടെ ലേബലിനെ മാറ്റി നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ഒരു പുതിയ സ്റ്റാറ്റസിലേക്ക് കർത്താവ് കൊണ്ടുവന്നിട്ട് പറയുകയാണ് ഹി ഈസ് ജസ്റ്റിഫൈഡ്. He is justified. അത് മാത്രമാണോ? അവരെ നീതീകരിച്ചെന്ന് പറയുന്നു. നീതീകരിച്ചിട്ട് ഗ്ലോറിഫൈഡ് എന്ന് പറയുന്നു. He has glorified us. എന്താണെന്നറിയാമോ ഈ ഗ്ലോറിഫിക്കേഷൻ? ജീസസ് വാസ് ഗ്ലോറിഫൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണെന്നറിയാമോ? നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം പരിശോധിച്ച് താഴേക്ക് പഠിച്ചു വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് കർത്താവ് അതുവരെയും മഹുദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞു. He was not yet glorified. What do you mean by that? കർത്താവ് അതുവരെ ഗ്ലോറിഫൈഡ് ആയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതുവരെ കർത്താവ് മരിച്ചില്ല, അതുവരെ കർത്താവ് അടക്കപ്പെട്ടില്ല. അത് കർത്താവ് മരിച്ചില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടില്ല, കർത്താവ് അടക്കപ്പെട്ടില്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല, കർത്താവ് സ്വർഗാരോഹണം ചെയ്തില്ല. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോഴാണ് he was glorified. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ പറയുന്നു മുൻ നിയമിച്ചവരെ അവൻ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തേജസ്കരണത്തിന്റെ അനുഭവത്തിലേക്ക് നീയും ഞാനും കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി ബിഗ് പ്രോസസ്. ഇറ്റ് ഈസ് എ വെരി ബിഗ് പ്രോസസ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും കരുതുക എന്ന് വെച്ചോ സഭായോഗങ്ങൾ കടന്നു വന്ന് ഏതെങ്കിലും ഒരു കോണില് ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ അറ്റൻഡൻസ് കീപ്പപ്പ് ചെയ്ത് ബുക്കിൽ പേര് വരുത്തി അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൈയൊക്കെ കൊടുത്ത് നമ്മുടെ അന്നത്തെ റോളൊക്കെ നിർത്തിയിട്ട് തിരിച്ചങ്ങ് പോകാമെന്ന് കരുതിയാൽ മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, ദ ബൈബിൾ റിമൈൻഡ്സ് us our calling is not that. അവർ കോളിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ലോട്ട് ഫില്ലപ്പ് ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല നമ്മള്. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഒരു വിടവ് നികത്തുവാൻ തക്കവണ്ണമുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല നമ്മളെ കുറിച്ച് ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ മധ്യത്തിൽ വെളിച്ചത്തിന്റെ മക്കളായി നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ മക്കളായി വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ വെളിച്ചം ഇരുളിനെ മാറ്റി ചില വ്യക്തികളെ ഹല്ലേലൂയ വെളിച്ചത്തിന്റെ വഴിയിലേക്ക് നയിക്കും. ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് നിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ വെളിച്ചം കാണുന്നു. We see light in your light. Praise the Lord. നിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ വെളിച്ചം കാണുന്നു എന്ന്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ലോകത്തിൽ ചില വ്യക്തികൾ നമ്മളെക്കുറിച്ച് പറയുവാൻ കഴിയണം ഈ വ്യക്തിയുടെ വെളിച്ചത്തിൽ ഞാൻ വെളിച്ചം കാണുന്നെന്ന്. Do you know that? Some people has to testify this fact that in his light, in this person's light, I am seeing light. Because his presence itself, hallelujah, showing me I am wrong. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാക്ഷ്യം പറയാനുണ്ടോ സഹോദര സഹോദരി? നമ്മുടെ ജീവിതം ചിലരെ മാറ്റുന്നതായിട്ട്, നമ്മൾ അവരുമായിട്ട് ബന്ധത്തിലായി കഴിയുമ്പോൾ, അവരുടെ കൂട്ടുകാരായി കഴിയുമ്പോൾ, അവരുടെ ജോലി സ്ഥലത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതം കണ്ടിട്ട് അവർക്ക് പാപബോധം വരുന്നുണ്ടോ? അവർക്ക് വെളിച്ചത്തെക്കുറിച്ചുള്ള ബോധം വരുന്നുണ്ടോ? എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന വിളി അതാ. ശ്രേഷ്ഠമേറിയ ഒരു മഹാവിളിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. I tell you, my brothers, my sisters, every single believer, every single child of God in the new covenant, in the New Testament, is called to be a prophet. മറന്നു പോകരുത്. പഴയ നിയമത്തിലെ പ്രൊഫസി അല്ല പുതിയ നിയമത്തിലെ പ്രൊഫസി. ചിന്തിക്കണമേ.
പഴയ നിയമത്തിലെ പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ ഹിയർ ആൻഡ് ദെയർ, വൺ സൈഡ് ആൻഡ് ഓർ ദി അതർ സൈഡ്, ചിലയിടങ്ങളിൽ ലോകത്തിൽ ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിച്ചു. എ പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ സ്പോക്സ്മാൻ ഓർ സ്പോക്സ് പേഴ്സൺ ഓഫ് ഗാഡ്. ദൈവത്തിനു വേണ്ടി ജനത്തോട് സംസാരിക്കുന്ന വ്യക്തിയാണ് ആര്? പ്രവാചകൻ എന്ന് പറയുന്നത്, പ്രോഫറ്റ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നവനാണ് പ്രവാചകൻ, ദൈവത്തിന്റെ പ്രവാചകൻ. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രവാചകരാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദത്തെ ലോകത്തെ അറിയിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവർ. മറന്നു പോകരുത്, ദൈവത്തിന്റെ ഹൃദയം ലോകത്തിന് പകർന്നു കൊടുക്കേണ്ടവർ, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ആ സ്നേഹത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. അതാണ് വെളിച്ചത്തിന്റെ പ്രത്യേകത. That is what the light shows. Hallelujah. ലൈറ്റ് അങ്ങോട്ട് കൊണ്ടു, ലൈറ്റ് doesn't it make your difference even if it is a 0 volt bulb? ഒരു 0 വോൾട്ട് ബൾബ് ആണെങ്കിൽ തന്നെയും ഇരുട്ടിൽ അത് പ്രകാശിക്കുമ്പോൾ വ്യത്യാസമൊന്നും തോന്നുന്നില്ലേ? അതുവരെയുള്ള അനുഭവം മാറുന്നില്ലേ? ഹല്ലേലൂയ. അത് മാത്രമാണോ സഹോദര സഹോദരി, നാം ആയിരിക്കുന്നിടത്ത് നമ്മുടെ സമ്പർക്കം മൂലം, നമ്മുടെ ഫെലോഷിപ്പ് മൂലം, നമ്മുടെ മീറ്റിംഗ് മൂലം ചില വ്യക്തികളിലേക്ക് അവർ അതുവരെ ശരിയെന്ന് കണ്ടിരുന്ന പലതും തെറ്റാണെന്ന് അവർക്ക് കരുതുക. അവരുടെ ജീവിതത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിരാശയായി സ്വയം ശപിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ മുമ്പിലേക്ക് ഒരു ഹോപ്പ് കടന്നു വരിക. ഹല്ലേലൂയ. ഈ ലോകം ഹോപ്പില്ലെന്ന് പറയുന്നിടത്ത് ഹോപ്പ് ഉണ്ടെന്ന് പറയുവാൻ നിനക്കേ കഴിയൂ. കാരണം നിന്റെ പിന്നിൽ ഒരു ഹോപ്പ് ഗിവർ ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ലോകത്തിൽ ആരുടെ അടുക്കിലേക്ക് കടന്നുപോയാലും പ്രത്യാശയുടെ ഒരു വാക്ക് പറയുവാൻ കഴിയുന്നത് ദൈവത്തെ അറിഞ്ഞ വ്യക്തിക്ക് മാത്രമേ കഴിയൂ. കാരണം എന്തെന്നറിയാമോ? മനുഷ്യന്റെ കൈകൾ പ്രവർത്തിക്കുന്നതിനപ്പുറം, ഹല്ലേലൂയ, മനുഷ്യന്റെ കണ്ണുകൾ എത്തുന്നതിനപ്പുറം പ്രവർത്തിക്കുവാനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുവാനും തന്റെ ഇഷ്ടപ്രകാരം മെനയുവാനും ശക്തനായ ഒരുവനുണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞിരിക്കുന്നത് നമ്മളാണ്. അപ്പോൾ ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ നമുക്ക് കഴിയും. ഞാൻ പറഞ്ഞല്ലോ സഹോദര സഹോദരി, നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ഗ്രേറ്റ് മിനിസ്ട്രിക്ക് വേണ്ടിയാണ്. ഗ്രേറ്റ് മിനിസ്ട്രി. വെദർ യു ആർ ആൻ ഇവാഞ്ചലിസ്റ്റ്, whether you are a Bible teacher, whether you are a minister in the church or a Sunday school teacher, whoever you are, if you say that I have no role in the church, still you are a part of the church, you are a member of Christ's body. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നീ, ക്രിസ്തുവിന്റെ ശരീരത്തിൽ ചേർക്കപ്പെട്ട ഒരു അവയവമാണ് നീ. അങ്ങനെയെങ്കിൽ നിന്നെ വിളിച്ചിരിക്കുന്ന കോളിംഗ് എന്താണെന്ന് അറിയാമോ? You are a prophet of God. മറന്നു പോകരുത്. ടേക്ക് ദിസ് വേർഡ് ഫ്രം ടുഡേ. ആം ഐ എ പ്രോഫറ്റ് ഓഫ് ഗോഡ്. ദൈവത്തെ മറ്റുള്ളവരോട് പറയുന്ന വ്യക്തിയാണോ? ദൈവത്തിന്റെ ശബ്ദം മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന വ്യക്തിയാണോ? വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് പ്രവചിക്കുന്ന വ്യക്തിയാണോ ഞാൻ? ദൈവകോപത്തെ കുറിച്ച് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുന്ന വ്യക്തിയാണോ ഞാൻ? വഴിയിൽ മറഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ കുറിച്ച്, ഹല്ലേലൂയ, അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ഒരു കൂട്ടം ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന വ്യക്തിയാണോ ഞാൻ? അതോ അവരോട് പറയുക, നീ സൂക്ഷിച്ച് മുന്നോട്ടൊന്ന് നോക്കിക്കേ, ഞാൻ ആ വെളിച്ചം നിന്നെ കാണിക്കാം. നമ്മൾ നോക്കി ആ ഇരുട്ടിലോട്ടൊന്ന് ഇറങ്ങിയിട്ട് കയ്യിലുള്ള ടോർച്ച് എടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ മുന്നോട്ട് ലൈറ്റ് അടിച്ച് കാണിക്കുക, നോക്കിക്കേ അവിടെ എന്തൊക്കെയുണ്ടെന്ന്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് എ പ്രോഫറ്റ് ഡസ്. ഇതാണ് ഒരു പ്രവാചകൻ ചെയ്യുന്നത്. ലോകത്തിൽ അന്ധകാരത്തിൻ്റെ നടുവിൽ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് അവൻ്റെ ഭാവിയെ, അവൻ്റെ മുന്നോട്ട് അവനെ കാത്തിരിക്കുന്ന ദുർഘടങ്ങളെ, ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന തന്ത്രങ്ങളെ, അവൻ്റെ ജീവിതത്തിൻ്റെ മരണത്തിനപ്പുറത്ത് അവനെ കാത്തിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്റെ പ്രകാശത്തിലൂടെ അവൻ കാണണം. അതാണ് ഒരു പ്രവാചകൻ. പ്രൈസ് ഗോഡ്. ദൈവവചനത്തിലേക്ക് ചില ഭാഗങ്ങളിലേക്കൊന്ന് വരാനായിട്ട് ആഗ്രഹിക്കുക. പക്ഷേ ഈ കോളിങ്ങിൽ നിന്ന് ഓടിപ്പോകുന്ന പലരും നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മൾ കേട്ട വചനം എന്താ പറയുന്നത്? നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും നിങ്ങളെല്ലാവരും പകലിൻ്റെ മക്കളുമാകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശേഷമുള്ളവരെ പോലെ ഉറങ്ങരുത്, നമ്മൾ സുബോധമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ താഴോട്ട് വരുമ്പോൾ ഇരുട്ടിൻ്റെ പ്രവർത്തികൾക്ക് നമ്മൾ കൂട്ടാളികളാകരുത്. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ഇരുട്ടിൻ്റെ 5-ാം അധ്യായത്തിൽ പറയുന്നു, ഇരുട്ടിൻ്റെ പ്രവർത്തികൾക്ക് നിങ്ങൾ കൂട്ടാളികളാകരുത്. നെവർ ഫെലോഷിപ്പ് വിത്ത് ദി വർക്ക് ഓഫ് ഡാർക്ക്നെസ്. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ഇതാണെങ്കിലും നമ്മളിൽ പലരും ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമാവണ്ണം അല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നറിയുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ നീയും ഞാനും വിളിക്കപ്പെട്ടവനായതുകൊണ്ട് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മളെ ആ വിളിയിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ളത്. I tell you one thing, my brother, my sister, when you step out of your calling,
When you are step out of your calling, നിന്നെ വിളിക്കുന്ന വെളിയിൽ നിന്ന് നീ സ്റ്റെപ്പ് ഔട്ട് ആകുമ്പോൾ ഉണ്ടല്ലോ, എന്താ പറ്റുന്നറിയാമോ? നാം അറിയാതെ തന്നെ we get drifted away. നമ്മൾ അറിയാതെ തന്നെ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോകും. ദൈവം എന്നെയും നിങ്ങളെയും കണ്ടെങ്കിൽ മടക്കി കൊണ്ടുവരും. എനിക്കറിയാം അനേക ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ അവരുടെ സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ, കർത്താവിനെ അറിയാതെ മാറിപ്പോയ പലരെയും വിവിധ അനുഭവങ്ങളിലൂടെ കർത്താവ് മടക്കി തൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നതായിട്ടുള്ള അനേക സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവവചനത്തിൽ 1-2 അനുഭവങ്ങളിലേക്ക് നമ്മളൊന്ന് പോയാൽ നമുക്കറിയാം. ബുക്ക് ഓഫ് യോന പ്രവാചകന്റെ പുസ്തകത്തെക്കുറിച്ച് നമുക്കറിയാം. ആരായിരുന്നു യോന? ഹു വാസ് പ്രോഫറ്റ് ജോന? പ്രോഫറ്റ് ജോന എന്ന് പറഞ്ഞാൽ പ്രവാചകനായ യോനയ്ക്ക് ദൈവം വലിയൊരു ഉത്തരവാദിത്തം കൊടുത്തു. വലിയൊരു ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി വാസ് ഗിവൻ ടു ഹിം. എന്താണെന്നറിയാമോ? അവന് ഇഷ്ടമല്ലത് ഒരു വ്യക്തിയുടെ അടുത്ത് പ്രത്യേകിച്ച് ഉപദ്രവം സഹിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഒരു പ്രവാചകനും ഇഷ്ടമല്ല അവിടേക്ക് പോകുവാൻ. നമുക്കറിയാം പഴയ നിയമത്തിലെ whether it was a major prophet or a minor prophet in the Old Testament, we know they all had to pay a price to become a spokesperson of God. ദൈവത്തിന്റെ വ്യക്താവായി ആ വ്യക്തി നിന്നതിന്റെ പിന്നിൽ ഒരു വലിയ വില ആ പ്രവാചകന്മാർക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം ദൈവവചനത്തില് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട്. അവര് നിന്ദയും പരിഹാസവും ഏറ്റിട്ടുണ്ട്, പീഡനമേറ്റിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വന്തം ജനം തന്നെ, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ഇസ്രായേൽ തന്നെ അവരുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരെ ഉപദ്രവിച്ചതായിട്ട് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു റെപ്രസെന്റ് ഗോഡ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. Devil will be against you. Devil will instigate people to fight against you or to stand against you. നാം കർത്താവിൻ്റെ ശബ്ദമായി വെളിച്ചമായി മുന്നോട്ട് കടന്നിറങ്ങുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി കോളിംഗ്. കർത്താവിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഈസി അല്ല ദൈവമക്കളെ. യോനയുടെ ജീവിതത്തിലും അതറിയാം. യോനയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? യഹോവയായ ദൈവം യോനയോട് പറഞ്ഞു, നീ നിനവേയിൽ പോകണം. നിനവയോട് ചെന്ന് പറയണം അടുത്ത 40 ഡേയ്സിനുള്ളിൽ നിനവെ ഇല്ലാതെയാകുമെന്ന്. സോ നിനവയോട് ഇങ്ങനെ പറയേണ്ടി, ഓ പീപ്പിൾ ഓഫ് നിനവേ, എന്താ പറയേണ്ടത്? യു വിൽ ബി ഹിയർ ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത് ഫോർ അനദർ 40 days. ദാറ്റ്സ് ഇറ്റ്. 40 days ഈസ് ദ ലാസ്റ്റ്. അടുത്ത 40 ദിവസം കഴിയുമ്പോൾ നിനവെ എന്ന പട്ടണം ഇല്ലാതെയാകും. കാരണം എന്താണെന്നറിയാമോ? അവരുടെ ക്രൂരകൃത്യങ്ങൾ അതാണ്. ഞാൻ ആ ഭാഗത്തെ അസീറിയൻ ക്യാപിറ്റലായിരുന്നു, അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു നിനവെ. ഞാൻ ആ പശ്ചാത്തലത്തിലേക്കോ ആ ചരിത്ര പ്രാധാന്യത്തേക്കോ ചരിത്ര വിഷയങ്ങളിലേക്കോ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവർ ദൈവത്തെ വേദനിപ്പിച്ച ഒരു ജനമാണ്, ദൈവത്തെ മറന്ന ഒരു ജനമാണ്, ദൈവത്തോട് ക്രൂരത കാട്ടിയ ഒരു ജനമാണ്. അത് മാത്രമല്ല, ഇസ്രായേലിനെ ഒത്തിരി പീഡിപ്പിച്ച ഒരു ജനമായിരുന്നു അസീറിയ. അപ്പൊ അസീറിയയെ നശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ നിനവയെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കിയപ്പോൾ നിങ്ങൾ ചിന്തിക്കണമേ, തൻ്റെ മക്കളാണെങ്കിലും അല്ലെങ്കിലും ശരി, ഹല്ലേലൂയ, ഒരു വ്യക്തിയെയും നശിപ്പിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല, അവൻ മനം തിരിഞ്ഞ് അവൻ മാനസാന്തരപ്പെടണമെന്നല്ലോ ഞാൻ അവനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. God doesn't want to kill anybody. He gives them a chance. Before he sent his plague or before he punishes them, he gives them a chance to come back. അവർ മടങ്ങി വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ബാധ അവരുടെ മേൽ അയക്കുന്നതിന് മുമ്പ്, അവരെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിടുന്നതിന് മുമ്പ്, അവരെ ഇല്ലാതാക്കുവാൻ ദൈവം പദ്ധതിയിടുന്നതിന് മുമ്പ്, അവരുടെ പാപത്തിന് വേണ്ടി അവരെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ദൈവം അവർക്കെല്ലാവർക്കും അവസരം കൊടുക്കും. ഈ ലോകത്തിൽ അവസരം ലഭിക്കാത്ത ഒരു വ്യക്തി പോലുമില്ല. അങ്ങനെ നിനവയ്ക്കൊരു അവസരം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ചു. യോനയോട് പറഞ്ഞു, നീ പോയി നിനവയ്ക്കെതിരെ പ്രസംഗിക്കാൻ. എന്തുകൊണ്ട് നിനവയിലേക്ക് പോകാതെ തർശീശിലേക്ക് യോന പോയി എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല അതിന്റെ കാരണം എന്താണെന്ന്. ഒന്നുകിൽ യോന പേടിച്ചു കാണും നിനവേക്കാർ ഉപദ്രവിക്കുമെന്ന്, അല്ലെങ്കിൽ യോന ചിന്തിച്ചു കാണും ഞാൻ യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവത്തോട് പറയുന്നു എന്താ, ദൈവത്തോട് യോന പറഞ്ഞു, എനിക്ക് നിന്റെ സ്വഭാവം മാറുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, നീ അവരെ ശിക്ഷിക്കത്തൊന്നുമില്ല, നീ കരുണ കാണിക്കും, അവരെ ശിക്ഷിക്കാതെ വെറുതെ വിടും, എന്നിട്ട് ഞാൻ വെറുതെ പോയി പറഞ്ഞതായി അങ്ങനൊക്കെ പറയുന്ന ഭാഗങ്ങൾ അവിടെ പറയുന്നുണ്ട്. നീ കരുണ കാണിക്കുന്ന ദൈവമാണ്. ഐ ഡോണ്ട് നോ വാട്ട് വാസ് ഹിസ് ഇന്റൻഷൻ വെൻ ഹി ചേഞ്ച്ഡ് ഹിസ് റൂട്ട്. ദൈവം വിളിച്ച വിളിയിൽ നിന്ന് അവൻ മാറിപ്പോയപ്പോൾ അവൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ദൈവം പറഞ്ഞിടത്തോടല്ല അവൻ പോയത്. ഹി വെന്റ് ടു ദി അതർ വേ. യോനയുടെ പുസ്തകത്തിൽ നമുക്കത് പഠിക്കുവാനായിട്ട് പറ്റും. അവിടെ അത് മാത്രമല്ല, അവൻ തർശീശിലേക്ക് പോയത് വെറുതെയല്ല, കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൂലി കൊടുത്തിട്ട് ടിക്കറ്റ് വാങ്ങിയിട്ടാണ് അവൻ തർശീശിലേക്കുള്ള കപ്പലിൽ കയറിയത്. ചിന്തിച്ചു നോക്കണമേ, സ്വന്തം കയ്യിൽ നിന്ന് കൂലി കൊടുത്തിട്ട് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയാ.
നമ്മുടെ ചുറ്റുപാട് ഒന്ന് നോക്കിയാൽ നമ്മുടെ ജീവിതം അങ്ങനല്ലേ? നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുവാൻ, പണം സ്പെൻഡ് ചെയ്യുന്നത് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുവാൻ, നഷ്ടം സഹിക്കുന്നത് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുവാൻ. പക്ഷെ ദൈവത്തിന് വേണ്ടി നഷ്ടം സഹിക്കുവാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. കഴിയുമോ? വി ഡോണ്ട് വാണ്ട് ടു ബെയർ ലോസ് ഫോർ ദ സേക്ക് ഓഫ് ഗാഡ്. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി, നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഏത് നഷ്ടവും സഹിക്കാൻ തയ്യാറാണ്. ഇവിടെ യോന നഷ്ടം സഹിക്കുക. എന്താ? കൂലി വാങ്ങിച്ചിട്ട് ഹി പെയ്ഡ് ഫോർ എ ടിക്കറ്റ് ആൻഡ് ഹി ഈസ് ഓൺ ഹിസ് വോയേജ് ടു തർശീസിലേക്ക് അവൻ പോകുകയാണ്. നമുക്കറിയാം, ഒരു കാര്യം ഓർക്കണമേ ദൈവമക്കളെ, മുമ്പേ കേട്ടതുപോലെ അവൻ ഒരാളെ മുന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ ഒരാളെ വേലയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പോകട്ടെ എന്ന് പറയുന്നവനല്ല. കർത്താവിൻ്റെ കണ്ണവൻ്റെ പിന്നാലെ പോകും. യഹോവയുടെ കണ്ണവൻ്റെ പിന്നാലെ പോകാം. ഹല്ലേലൂയ. യോന തർശീസിലെ കപ്പലിലേക്ക് കയറിയപ്പോൾ തന്നെ യഹോവ അവനെ നോക്കി. യഹോവയ്ക്ക് വേണമെങ്കിൽ അവനെ തള്ളിക്കളഞ്ഞിട്ട് വേറൊരാളെ എടുക്കാമായിരുന്നു. പക്ഷേ നോ, ദാറ്റ് വാസ് നോട്ട് ഹിസ് കോളിംഗ്. അവനെ വിളിച്ചിരിക്കുന്ന വിളി എന്നല്ല, പല വിളികൾ ഉണ്ടാകാം ഒരു പക്ഷേ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഭയന്നായിക്കൊള്ളട്ടെ, നീ ഏതെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടായിക്കൊള്ളട്ടെ, നിന്നെ വിളിച്ച വിളിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ അവിടേക്ക് മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവിന്റെ കണ്ണ് നിന്റെ പിന്നാലെ വരും. നമുക്കറിയാം എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൻ കപ്പലിൽ കയറി, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് കൊണ്ട് സമയമെടുക്കുന്നില്ല. അവൻ കപ്പലിലേക്ക് കയറി. എല്ലാവരും ഇരിക്കുന്നിടത്തല്ല അവൻ പോയത്. എന്താണെന്നറിയാമോ? അവൻ താഴത്തെ തട്ടിൽ, ഹി വെന്റ് ടു ദി ബോട്ടം ഡെക്ക് ആൻഡ് ഹി സ്ലെപ്റ്റ് ദേർ. എന്തിനാണെന്നറിയാമോ? അവൻ അറിയാം ഹി ഈസ് നോട്ട് റൈറ്റ്. ഹി ഈസ് നോട്ട് റൈറ്റ്. നമ്മൾ പലപ്പോഴും ഒളിച്ചു കളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വി നോ ദാറ്റ് അവർ വേ ഈസ് നോട്ട് റൈറ്റ്. നമുക്ക് പലരെയും ഫേസ് ചെയ്യുവാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നറിയാമോ? വി നോ വി ആർ നോട്ട് റൈറ്റ്. കാരണം എന്തെന്നറിയാമോ? മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ നമുക്ക് കഴിയത്തില്ല. നീ വെളിച്ചമാണെന്ന് പറയുന്നു, പക്ഷെ നിന്നിൽ എങ്ങനെ ഇരുള് വരുന്നു എന്നൊരാൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് നാം മുഖം കൊടുക്കാതെ മാറിപ്പോകും. യോനയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യോന അവിടെ ആ ലിവിംഗ് റൂമിലോ അല്ലെങ്കിൽ അവിടെ എങ്ങും ഇരുന്നില്ല. അവൻ എവിടെയായിരുന്നു അറിയാമോ? ബോട്ടമിൽ പോയിട്ട്, ഏറ്റവും താഴത്തെ ഡെക്കിൽ പോയിട്ട്, തട്ടിൽ പോയിട്ട് അവൻ കടന്ന് സുഖമായി ഉറങ്ങി. യഹോവ അവനെ വിടുമോ? യഹോവ ഒരു കാറ്റടിപ്പിച്ചു. God sent a tempest there, a sort of a cyclone, a big storm in the sea. എന്താ സംഭവിച്ചത് നമുക്ക് അവിടെ അറിയാൻ പറ്റും. കപ്പൽ കടന്ന് കുലുങ്ങാൻ തുടങ്ങി. Voyage was difficult. The ship the vessel could not move forward. Vessel was about to sink. ആ കപ്പൽ മുങ്ങാനായിട്ട് തുടങ്ങി. അപ്പം അവരും വിചാരിച്ച് ദിസ് ഇസ് നോർമൽ. അവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അതിനകത്തെ വെയിറ്റ് എല്ലാം, അതിനകത്തെ ഗ്രെയിൻസ് എല്ലാം, അതിനകത്തുള്ള ധാന്യങ്ങളെല്ലാം, നമുക്കറിയാം ഇന്നത്തെ പോലുള്ള ഷിപ്പല്ല അന്നത്തേത്. അന്നത്തെ ഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് months and months to reach the other place probably. So they need food, they need grains. അവർക്ക് ഫുഡ് വേണം, അവർക്ക് ധാന്യങ്ങൾ വേണം, അവർക്ക് മറ്റു പലതും വേണം. എന്തിനെന്നറിയാമോ? അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അവരെന്ത് ചെയ്യുന്നറിയാമോ? വെയിറ്റ് കൂടുതലാണെന്ന് കരുതിയിട്ട്, ഭാരം കൂടുതലാണെന്ന് കരുതിയിട്ട് അതിലത്തെ സാധനങ്ങളൊക്കെ അവർ കടലിലെറിയാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ എന്തെല്ലാം വലിച്ചെറിഞ്ഞാലും കർത്താവ് നിന്നിൽ ചില കുറവ് കണ്ടെങ്കിൽ ആ കുറവ് മാറാതെ, എന്നിൽ ചില കുറവ് കണ്ടെങ്കിൽ ആ കുറവ് മാറാതെ കാറ്റടി മാറത്തില്ല. ചിന്തിക്കണമേ, ഇതെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടും ആ കാറ്റിനും കോളിനും ഒരു മാറ്റവും വരുന്നില്ല. അപ്പോഴാണ് അവർക്കറിയില്ല ഇതുപോലെ ഒരുത്തൻ താഴെ കിടന്ന് ഉറങ്ങുന്നെന്ന്. യഹോവയാലാണ് ഇത് സംഭവിച്ചതെന്ന് അവർക്ക് അറിയത്തില്ല. എല്ലാ വഴികളും ആ കപ്പിത്താൻ നോക്കി. ആ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് ആൻഡ് ഓൾ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. എന്നിട്ടും കാറ്റടങ്ങുന്നില്ല. ഭയങ്കരമായ ഷെയ്ക്കിങ്. അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. അപ്പോഴവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ ലോട്ടിട്ട് നോക്കി. അവർ നോക്കിയപ്പോൾ മനസ്സിലായി, ദേ ന്യൂ ദ റൂട്ട്. എന്തുവാണെന്നറിയാമോ? താഴെ ഒരുത്തൻ കിടന്ന് ഉറങ്ങി. അവനെ കണ്ടുപിടിച്ചു. അവനോട് ചോദിച്ചു, അവിടെ ആ വാക്യം കൂടെ ചോദിക്കണം, എന്തുവാ? സ്ലീപ്പർ ഗെറ്റ് അപ്പ്, ഉറങ്ങുന്നവനെ എഴുന്നേൽക്കാന്ന് പറഞ്ഞു. എല്ലാവരും ഈ കപ്പൽ മുഴുവൻ മുങ്ങാൻ തുടങ്ങുന്നു. അവരെല്ലാവരും തങ്ങളുടെ ദൈവങ്ങളെ വിളിച്ചിട്ട് ആ ദൈവത്തെ വിളിച്ച് രക്ഷിക്കാൻ വേണ്ടി പറയുന്നു, നീ ഇവിടെ താഴെ വന്ന് കിടന്ന് ഉറങ്ങുകയാ. പക്ഷെ ഒരു കാര്യം അവന് മനസ്സിലായി. യോന എഴുന്നേറ്റ് എന്താ പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ, ഞാൻ മൂലമായി ഇതൊക്കെ സംഭവിച്ചത്. സഹോദര സഹോദരി, എന്താ പറ്റുന്നതെന്നറിയാമോ? നമ്മൾ ഒരാൾ ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിക്കുമ്പോൾ സഫർ ചെയ്യുന്നത് എത്ര പേരാണ് നമ്മുടെ ചുറ്റിനുമെന്നറിയാമോ?
ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിട്ടില്ലെങ്കിൽ വി ഹാവ് നോ പ്രോബ്ലം. പക്ഷെ കർത്താവ് നിന്നെ വിളിച്ചിട്ട് ഒരു ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിച്ചിട്ട് നിനക്ക് വേണ്ടി തന്റെ പുത്രൻ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവിടുത്തെ രക്തം നിന്നെ കഴുകി ശുദ്ധീകരിച്ച് നിന്നെ അവൻ വിളിച്ചു വേർതിരിച്ചെങ്കിൽ ദൈവ പൈതലേ, ഒരു വലിയ വിലയാ നിനക്ക് വേണ്ടി സ്വർഗം മുടക്കിയത്. നിനക്ക് യു cannot go the way you want to go. I cannot go the way. ഇതാണ് കാൽവിനിസത്തിന്റെ ഒരു പ്രധാന പോയിന്റായി പറയുന്നത്. എന്താണെന്നറിയാമോ? ദൈവം നിന്നെ മുന്നമേ കണ്ടിരിക്കുന്നുവെങ്കിൽ he will never let you go your way. ദൈവം നിന്നെ കണ്ടിരിക്കുന്നുവെങ്കിൽ നിന്റെ വഴിയെ പോയി ഇല്ലാതാകുവാൻ തക്കവണ്ണം ദൈവം നിന്നെ വിട്ടുകളയത്തില്ല. ഡോണ്ട് തിങ്ക് ദാറ്റ് ഞാൻ കാൽവിനിസ്റ്റ് ആണെന്ന് നിങ്ങളാരും ചിന്തിക്കരുത്. ഞാൻ കാൽവിനിസ്റ്റുമല്ല, അർമീനിയൻസുമല്ല. ഇതിൻ്റെ രണ്ടിനെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന, ഇതിൽ രണ്ടിലെയും നല്ല ഭാഗം എടുത്ത് ദൈവവചനപ്രകാരം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ആ ഡോക്ടറിനെ കുറിച്ച് ഒന്ന് ടച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർക്കണമേ, അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതിനകത്തൊരു വലിയ സെക്യൂരിറ്റി നമുക്കുണ്ട്. എൻ്റെ കർത്താവേ, അങ്ങനെ കണ്ടിരിക്കുന്നുവെങ്കിൽ ഞാൻ വീണു പോകാനോ ഞാൻ മാറിപ്പോകുവാനോ അവിടുന്ന് ഒരിക്കലും അനുവദിക്കത്തില്ലോ. ഹൗ സെക്യൂർഡ് ഐ ആം ഇൻ യുവർ ഹാൻഡ്. ചിന്തിച്ചു നോക്കിയേ, കർത്താവെ അങ്ങനെ കണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മാറിപ്പോകുവാൻ അങ്ങ് അനുവദിക്കത്തില്ലല്ലോ. അങ്ങ് ഒരു തട്ട് തന്നായാലും ഒരു കൊട്ട് തന്നായാലും ഒരു ഞുള്ളു തന്നായാലും ഒരു ചെറിയ അടി തന്നായാലും ശരി, അങ്ങയുടെ പക്കൽ തന്നെ എന്നെ നിർത്തുമല്ലോ. എത്ര ശ്രേഷ്ഠമേറിയ ഹല്ലേലൂയ ഒരു സെക്യൂരിറ്റി അതെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ സഹോദര സഹോദരി, എന്താ സംഭവിച്ചത്? യോനായെ എടുത്ത് കടലിലിട്ട് കഴിഞ്ഞപ്പം എന്താ പറ്റുമെന്നറിയാമോ? കടൽ ശാന്തമായി. സ്തോത്രം. കടൽ ശാന്തമായി. അതുവരെ യഹോവ വിട്ടില്ലവനെ. എന്നിട്ട് കടലിലോട്ട് വീണു പോയപ്പോൾ നമ്മൾ വിചാരിച്ചു, കപ്പലിലുള്ളവരെല്ലാവരും കരുതി ആ കപ്പലിൽ അത്രയും മനുഷ്യർ അവിടെ ആ ഭാഗത്തൊക്കെ ഞാൻ വായിക്കുന്നില്ല, കേൾപ്പിക്കുന്നില്ല. മൂന്നാമത്തെ അധ്യായവും രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വേദനയുണ്ടായിട്ട് കപ്പലിലുള്ളവരും ക്യാപ്റ്റനും എല്ലാം കൂടെ സ്വർഗത്തെ ദൈവത്തെ നോക്കി നിലവിളിച്ചിട്ട് പറഞ്ഞു, ഈ പാവം മനുഷ്യൻ്റെ ജീവൻ ഞങ്ങളുടെ മേൽ കണക്കിടരുത്, ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല, ഞങ്ങൾ അവനെ എടുത്തിടുക. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം യോന തീർന്നു. ഏതെങ്കിലും തിമിംഗലങ്ങളോ വെയിലോ എന്തെങ്കിലും തിന്നു കാണും അല്ലേ? ഹി ബിക്കെയിം ദ ഡിന്നർ ഫോർ സം ബിഗ് ഫിഷ് ദാറ്റ് നൈറ്റ്. ദാറ്റ് ഈസ് വാട്ട് ദേ തോട്ട്. പക്ഷെ ദൈവത്തിന് വേറൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതാ ഞാൻ പറയുന്നത്. ദൈവം യോനയ്ക്ക് വേണ്ടി ഒരു മത്സ്യത്തെ അവിടെ കരുതി. എനിക്ക് തോന്നി ഈ മത്സ്യം കുറച്ചു നേരം കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ, നീ പുള്ളി വീഴുന്നില്ലല്ലോ എന്ന് അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു മനുഷ്യനെ ഉള്ളിലാക്കിക്കൊണ്ട് അതിനോട്ട് ഡൈജസ്റ്റ് ആകത്തുമില്ല, അകത്ത് കിടന്നുകൊണ്ട് നമുക്കറിയത്തില്ലേ, അകത്ത് കിടന്നുകൊണ്ട് ഈ എന്താ പറയുന്നത് വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകുമ്പോൾ അകത്ത് കിടന്നുകൊണ്ട് ഉരുളത്തില്ലേ നമ്മുടെ അകത്ത് കിടന്നിട്ട്. ഇറ്റ് ഡസൻ ത്രോ ഔട്ട്, അത് പുറത്ത് പോകത്തുമില്ല, അകത്ത് കിടന്ന് ഉരുളുന്ന ഒരു അനുഭവം അറിയാമോ? ഈ പാപം ഇവനൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിൽ നിന്ന് ഒരുത്തൻ ഓടിക്കഴിഞ്ഞാൽ അവൻ എല്ലാവർക്കും ഒരു തലവേദനയായിട്ട് മാറും. കപ്പലുകാരന് തലവേദന, സമുദ്രത്തിന് തലവേദന, ഇപ്പൊ ആ മീനിനും തലവേദനയായിട്ട് തീർന്നു. നോക്കിക്കേ സഹോദര സഹോദരി, It's a great calling. ദൈവം വിളിച്ചിരിക്കുന്ന വിളി ഭയങ്കരമാണ്. അവൻ സമുദ്രത്തെ, നീ മൂലം സമുദ്രത്തെ പോലും ഇളക്കും, നീ മൂലം കപ്പലിനെ പോലും ഇളക്കും, നീ മൂലം എന്തിനൊക്കെയാണോ എവിടൊക്കെ നീ ബന്ധപ്പെടുന്നു അവിടെ എല്ലാം ഇളക്കും ദൈവം. എന്തിനെന്നറിയാമോ? നിന്നെ മടക്കിക്കൊണ്ടുവരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ഫിഷ് അവനെ വിഴുങ്ങി. നമുക്കറിയാം, ഫിഷിന്റെ ഉള്ളിൽ കടന്ന്, ആ മോൺസ്റ്ററിന്റെ ഉള്ളിൽ കടന്ന്, ആ സീ മോൺസ്റ്ററിന്റെ ഉള്ളിൽ കടന്ന്, ആ വലിയ തിമിംഗലത്തിന്റെ, ആ വലിയ മത്സ്യത്തിന്റെ ഉള്ളിൽ കടന്നുകൊണ്ട് അവൻ അയ്യം വിളിക്കുന്നതായിട്ട് നമുക്ക് കാണും. അയ്യം വിളിക്കുന്ന ഹി ക്രൈഡ് ഔട്ട് ഫ്രം ദ ബെല്ലി ഓഫ് ദ ഫിഷ് ടു ഗോഡ്. ഐ ടെൽ യു മൈ ബ്രദർ, മൈ സിസ്റ്റർ, ഐ ടെൽ യു എ സീക്രട്ട്. ദാറ്റ് ഈസ് ദ പ്ലേസ് ഹി മെറ്റ് വിത്ത് ഗോഡ്. That is the place he was broken in the hands of God. നിന്നെയും എന്നെയും ഏകനായി തൻ്റെ മുമ്പിൽ എത്തിക്കുവാൻ ദൈവം ചില വഴികൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കും. എന്തിനെന്നറിയാമോ? കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മളോട് ഡീൽ ചെയ്യുക, നമ്മളോട് സംസാരിക്കുക. ഹീ ഈസ് സ്പീക്കിംഗ് ടു അസ്, ഹീ ഈസ് ഡീലിംഗ് വിത്ത് അസ്. അവൻ നമ്മളോട് വ്യവഹാരം നടത്തുകയാണ്. നമ്മളെ ഏകരായി തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട്, കൊച്ചു പിള്ളേരെയൊക്കെ, ഈ തെറ്റൊക്കെ ചെയ്യുന്ന കൊച്ചു പിള്ളേരെയൊക്കെ ചെവിക്ക് പിടിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കൈകെട്ടിയിരിക്കട എന്ന് പറയത്തില്ലയോ? കൈകെട്ടിയിരിക്കട, കാല് കെട്ടിയിരിക്കട, ഇങ്ങോട്ട് നോക്കടാ, നമ്മൾ പറയാറില്ലേ? ഞാൻ അങ്ങനെയൊക്കെ പണ്ട് പിള്ളേരോട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നേരെ മുമ്പിൽ കൊണ്ടിരുത്തി. ഇവിടെ സ്ഥലം മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. യോന മത്സ്യത്തിൻ്റെ വയറ്റിലായി. അവന് വല്ല വഴിയും ചെയ്യാൻ പറ്റുമോ? ഇല്ല. കർത്താവിൻ്റെ പ്രവൃത്തി കഴിഞ്ഞപ്പം യഹോവയായ ദൈവം മത്സ്യത്തോട് പറഞ്ഞു, അവനെ കരയ്ക്ക് കൊണ്ടുവന്നിട്ട് ഛർദ്ദിക്കാൻ പറഞ്ഞു. അവൻ എവിടെ ഇപ്പോൾ വന്ന് വീണെന്നറിയാമോ? നിനവേല വന്ന് വീണത്. ചിന്തിച്ച് നോക്കിയേ.
ഭയങ്കര ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ഭയങ്കരമാണ്. നിന്നെ എന്ത് കോളിങ്ങിന് വേണ്ടി ദൈവം വിളിച്ചോ ആ കോളിങ്ങിൽ നിന്നെ അവൻ മടക്കി എത്തിക്കും. സഹോദര സഹോദരി, മറക്കരുത്. ഞാൻ വെളിച്ചത്തിൻ്റെ മകനാണെങ്കിൽ, ഞാൻ പകലിൻ്റെ മകനാണെങ്കിൽ, ഇരുട്ടിൻ്റെ പ്രവർത്തികൾക്ക് ഞാൻ കൂട്ടവകാശിയായി തീരുമ്പോൾ, ഇരുട്ടിൻ്റെ പ്രവർത്തികൾക്ക് ഞാൻ ഫെലോഷിപ്പ് ചെയ്യുമ്പോൾ, ഇരുട്ടിൻ്റെ ജനത്തോടു കൂടെ ഞാൻ ആയിരിക്കുമ്പോൾ എന്നെ മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം ചില പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ ഒരുക്കും. മറന്നു പോകണം. ഹല്ലേലൂയ. വി കാണ്ട് എസ്കേപ്പ് ഫ്രം ഗാഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഞാൻ ആ വചനഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നീട് 4-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാം പല കാര്യങ്ങൾ. ദൈവവും യോനയുമായിട്ട് സംസാരിക്കുന്നു, ദൈവം അവനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, കാരണം യോനയല്ല നമ്മുടെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത്. യോനയുടെ ജീവിതത്തിൽ ചെയ്ത ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ രീതി, അതാണ് നമ്മളവിടെ നിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ആസ് ഐ സെഡ് ടു യു, നമ്മൾ കേട്ടതുപോലെ, ഐ ആം എ പ്രോഫറ്റ് ഓഫ് ഗാഡ്. ഐ കനോട്ട് ലിവ് ദ വേ ഐ വോണ്ട് ടു ലിവ്. ഞാൻ ആയിരിക്കുന്ന രീതിയിൽ, എനിക്കിഷ്ടമുള്ള രീതിയിൽ എനിക്ക് ജീവിക്കുവാൻ തക്ക വേണം എനിക്ക് സ്വാതന്ത്ര്യമില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ കർത്താവിനാൽ പിടിക്കപ്പെട്ടവനാണ്. സോ ആർ യു. നിങ്ങളും കർത്താവിനാൽ പിടിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. എല്ലാവരും രസിക്കുന്നത് കണ്ട് എനിക്ക് രസിക്കാൻ പറ്റത്തില്ല. എന്നിൽ നിന്ന് ആ രസത്തിൻ്റെ പോയിന്റ് എടുത്ത് കളഞ്ഞിരിക്കുക ദൈവം. അല്ലേ? നമുക്കറിയത്തില്ലേ, ഫോണിൻ്റെയോ മറ്റെന്തെങ്കിലും ഇലക്ട്രിക് ഗാഡ്ഗറ്റ്സ് നോക്കി അതിൻ്റെ ഒരു ഭാഗം വർക്കാകുന്നില്ലെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെ സർക്യൂട്ട് പോയെന്നാ. നമുക്ക് എന്താണെന്നറിയാമോ, ലോകത്തിലെല്ലാവരും, ചിലരൊക്കെ എൻജോയ് ചെയ്യുന്ന ചിലയിടങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കുകയും വിസിലടിക്കുകയും ഒക്കെ ചെയ്യുന്നിടത്ത് നമ്മൾ ജീവനില്ലാത്ത ഒരാളുടെ കൂട്ടി ഇരിക്കുന്നത് എന്താണെന്നറിയാമോ, ആ സർക്യൂട്ട് ക്യാൻസലായിപ്പോയി. നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. കാരണം അതിലേക്കല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. മറന്നു പോകരുത് സഹോദര സഹോദരി. സോ ബിഫോർ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറുന്നതിന് മുമ്പ്, ദൈവം വിളിച്ചിരിക്കുന്ന വിളിയിൽ നിന്ന് മാറുന്നതിന് മുമ്പ്, ദൈവം ആവർത്തിച്ച് നമ്മുടെ വിളിയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അതൊക്കെ മറന്ന്, ഹല്ലേലൂയ, അവന്റെ വിളിയിൽ നിന്ന്, അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് നാം മാറി മറ്റൊരു ലക്ഷ്യത്തിലേക്കാണ് നടക്കുന്നതെങ്കിൽ ഇന്നത്തെ രാത്രി ഈ വചനം കേൾക്കുക. നിന്നെ കൈവിടുന്ന ഒരു കർത്താവല്ല, നിന്നെ അവൻ മടക്കിക്കൊണ്ടുവരും. ഇതുപോലെ തന്നെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മറ്റൊരുത്തനെ നമുക്കറിയാം. ആരാന്നറിയാമോ? പിതാവിൻ്റെ മകനായി, we know the younger son of that great compassionate father. We read in Luke chapter 15. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ആ ഇളയ മകനെ കുറിച്ച്, യങ്ങർ സണ്ണിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അവനെക്കുറിച്ചുള്ള പർപ്പസ് എന്താണെന്നറിയാമോ? അപ്പന്റെ കൂടെ ആ ഭവനത്തിൽ അപ്പന് സഹായിയായി ജീവിക്കുവാനായിരുന്നു അവനെ വിളിച്ചിരിക്കുന്ന വിളി. ശ്രദ്ധിക്കണമേ സഹോദര സഹോദരി, അപ്പന്റെ ഭവനത്തിൽ, you know what is the safest place on this planet? You know that it is not New York, it is not Washington, it is not London, it is not any of the place, or Dubai or anywhere. It is at the feet of God. Amen. Wherever you are, wherever, even if it is in the valley of the shadow of death, it doesn't matter. If you are at the feet of God, that is the safest place for you. മരണത്തിന്റെ താഴ്വരയായിക്കൊള്ളട്ടെ, അവിടെയും കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ that is the safest place for you and me. ഹല്ലേലൂയ. കർത്താവിനോട് വസിക്കുന്നത്, ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കുന്നത്, ദൈവജനത്തോടുകൂടെ വസിക്കുന്നത്, അവരോടുള്ള ഫെലോഷിപ്പിൽ വസിക്കുന്നത്, അവരോടുള്ള കൂട്ടായ്മയിൽ വസിക്കുന്നത്, ദൈവ പൈതലേ, that is the safest place for you, your family and your children and your generation. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവജനത്തിന്റെ കൂടെ അവരുടെ കൂട്ടായ്മയിൽ കഴിയുന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ്. എന്ത്? നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കും നിന്റെ തലമുറകൾക്കും അതാണ് ഏറ്റവും വലുത്. കാരണം എന്നെന്ന് ചോദിച്ചാൽ, യു ആർ പ്രൊട്ടക്റ്റഡ്, യു ആർ പ്രൊക്വേർഡ് ഇൻ ദ പ്രേയേഴ്സ്, ഹല്ലേലൂയ, ഓഫ് ഗോഡ്സ് പീപ്പിൾ. ദൈവജനത്തിന്റെ പ്രാർത്ഥന വലയത്തിന്റെ ഉള്ളിലാണ് നീ. ഒരു വലിയ ഭിത്തി, ഒരു വലിയ ഫെൻസിങ് നിനക്ക് ചുറ്റുമുണ്ട്. എന്താണ്? what is the benefit or spiritual benefit of me being in the midst of the church? ഒരു ദൈവസഭയുടെ മധ്യത്തിലുള്ള എൻ്റെ ആത്മീയമായിട്ടുള്ള ഗുണമെന്ന്, ഭൗതികമായിട്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് പല കാര്യങ്ങളിൽ. നമുക്ക് പല സപ്പോർട്ടുകൾ കിട്ടും. ആരെങ്കിലും ഒരാൾ വിളിക്കാൻ കാണും, ആരെങ്കിലും ഒരാൾ ഒരു സഹായത്തിന് ഭൗതികമായിട്ട് ചെയ്യാൻ കാണും. അതൊക്കെ നമുക്കറിയാം, അതെല്ലായിടത്തും ഉണ്ട്. അത് ഈ ലോകത്തിലുള്ള ഏതൊരു ക്ലബ്ബിൽ പോയാലും, ഇഫ് യു ബിക്കം എ ക്ലബ് മെമ്പർ ആയാലും, ലയൺസ് ക്ലബ്ബിലായിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും ക്ലബ്ബുകളിലായിക്കോട്ടെ, അവിടെ YMCA ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നമുക്കറിയാം ഹിന്ദു സഭയായിക്കോട്ടെ, മുസ്ലിമിന്റെ എവിടെയും ആയിക്കൊള്ളട്ടെ സഹോദരങ്ങളെ, അവരൊക്കെ ഭൗതികമായി ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആത്മീയമായിട്ടൊരു ഹെൽപ്പുണ്ട് ഇൻ ദ ചർച്ച്, എ സ്പിരിച്വൽ ബെനിഫിറ്റ്. എന്താണെന്നറിയാമോ?
പ്രാർത്ഥനയുടെ ഒരു വലയം. ഹല്ലേലൂയ. നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ദൈവം കർത്താവ് ചിലരെ തട്ടി ഉണർത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. അത് വിശ്വസിക്കുവാൻ കഴിയാത്തവരാരെങ്കിലും ഇതിന് മധ്യത്തിലുണ്ടോ? ഞാൻ പറയാൻ നിങ്ങളോട്, രാത്രിയുടെ യാമങ്ങളിൽ 2 മണിക്കും 1:30ക്കും 1:45 ദൈവജനത്തെ ദൈവം പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തിയിട്ട് പറയും, എഴുന്നേറ്റിരുന്ന ഈ വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ പറയും. നമ്മൾ ആ സമയത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയായിരിക്കും. ദിസ് ഇസ് ദ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഓവർ യു. ഹല്ലേലൂയ. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഉണർന്നിരുന്ന് ജാഗരിച്ചിരുന്ന് ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനം നമ്മുടെ ചുറ്റുമുണ്ട്. അവരാരോടും പറയത്തില്ല, കാരണം ദൈവം അവരെ ഏൽപ്പിച്ച വേലയാണ്. അതാ സഭയിലുള്ളതിന്റെ പ്രത്യേകത. പിതാവിന്റെ ഭവനത്തിൽ വസിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വെളിയിൽ നിന്നുകൊണ്ട് കൂട്ടുകാർ കൈ കാണിച്ച് കാണും, കൂട്ടുകാർ അവനെ സെഡ്യൂസ് ചെയ്ത് കാണും, ടെംപ്റ്റ് ചെയ്ത് കാണും, അവനോട് പറഞ്ഞു കാണും, നിനക്ക് വെളിയിലുള്ള ലോകത്തെക്കുറിച്ച് അറിയാമോ വല്ലതും? ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലെ ഇളയ മകനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവൻ എന്തിനാ പിതാവിന്റെ ഭവനം വിട്ട് പുറത്തു പോയത്? Why did he go out of father's house? Because of one reason, he had some relationship, he had some friendship with some of the people outside father's house. They must have tempted him. They must have seduced him. They must have told him that there is a world outside here, a fantastic world, a fancy world, a romantic world. Why don't you come there? അവനോട് പറഞ്ഞു കാണും, ഈ നിനക്ക് ഇത്രയല്ലേ അറിയത്തുള്ളൂ, ഈ കോമ്പൗണ്ടല്ലേ അറിയത്തുള്ളൂ. ഇതിന് വെളിയിലൊരു ലോകമുണ്ട്, സുഖത്തിൻ്റെ ലോകം, സന്തോഷത്തിൻ്റെ ലോകം, ആഘോഷത്തിൻ്റെ ലോകം, പാർട്ടിങ്. ഞങ്ങളുടെ കൂടെ നീ ഒന്ന് വന്നു നോക്ക്, എത്ര കാലം കൊണ്ട് നീ ഇതിനകത്ത് കിടക്കുക. ഇത് തന്നെയല്ലേ നമ്മുടെ ചില കൂട്ടുകാർ നമ്മളോട് പറയുന്നത്? അല്ലേ സഹോദര സഹോദരി? അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ദിവസം അപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അപ്പ എനിക്ക് തരാനൊക്കെ തന്നേരെ, ഞാൻ പോവുകയാണ്. ആക്ച്വലി അവൻ എന്തുകൊണ്ട് കൊടുക്കാൻ? അവൻ്റെതെന്ന് പറയാൻ എന്തുകൊണ്ട്? ഉള്ളതെല്ലാം ഫാദറിൻ്റെതാണ്, പിതാവിൻ്റെതാണ്, പിതാവിൻ്റെ അവകാശമാണെല്ലാം. പിതാവിനോട് വന്നപ്പോൾ പറയുകയാണ്, അപ്പാ എനിക്ക് തരാനുള്ളതൊക്കെ ഇങ്ങ് തന്നേക്കാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീതം ഇങ്ങ് തന്നേക്കാൻ. ഗിവ് മീ വാട്ട് ബിലോങ്സ് ടു മീ. പക്ഷെ പിതാവ് കരുണയുള്ളവനാ. പിതാവിന് ഇവനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. പിതാവ് കൊടുത്തത് എന്തിനാണെന്നറിയാമോ? വൈ ഡിഡ് ദി ഫാദർ സെൻഡ് ഹിം എവേ? Because father knew one thing. If he doesn't send him away, as long as this boy lives in this house, his heart will always want to go away from here. പിതാവിൻ്റെ അടുക്കൽ ആ ഹൃദയം പറ്റിച്ചേർന്ന് നിൽക്കത്തില്ല. കാരണം എപ്പോഴും അവന് പോകണമെന്ന്. അപ്പോൾ പിതാവ് പറഞ്ഞു, യു ഗോ ബിക്കോസ് ഐ ആം ഗിവിങ് യു എ ഫ്രീ വിൽ. നിനക്കൊരു ഫ്രീ വില്ല് തരിക. എന്തുകൊണ്ടാണ് സഹോദര സഹോദരി പലതും നമ്മൾ ചെയ്യുമ്പോൾ കർത്താവ് അത് അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു വീഴ്ച നമ്മളിൽ പലർക്കും ആവശ്യമാണ്. God wants us to fall. Why? To teach us a lesson in that fall. ഭയങ്കരമാണ്. നമ്മുടെ ദൈവസന്നിധിയിൽ നിന്ന് ചില കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുമ്പോൾ ദൈവം അത് അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു വീഴ്ച വീണിട്ടേ നാം അത് പഠിക്കത്തുള്ളൂ. ഒരനുഭവത്തിലൂടെ മാത്രമേ നമ്മളത് പഠിക്കത്തുള്ളൂ. അതിനു മുമ്പ് ആ അനുഭവത്തിലേക്ക് നിന്നെയും എന്നെയും കടത്തിവിടുന്നതിന് മുമ്പ് കഴിഞ്ഞ കാലങ്ങളിലേക്ക് ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമൈതലേ, നിങ്ങൾ ഓർത്തു നോക്കിക്കേ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന അനുഭവങ്ങൾക്ക് മുമ്പ് പലതവണ ദൈവം നമ്മളോട് സംസാരിച്ചു. അന്ന് നമ്മൾ കേൾക്കാതെ വന്നു, അന്ന് നമ്മളതിനെ ചെവി കൊടുക്കാതെ വന്നു. വീണ്ടും നമ്മുടെ വഴികളിൽ നാം മുന്നോട്ട് പോയപ്പോൾ കർത്താവ് പറഞ്ഞു, ഓക്കെ, യു ഗോ ഹെഡ്. ഈ മോനെ വിട്ടു. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ സന്തോഷത്തോടെ തുള്ളിച്ചാടിയാ പോയത്. ഇഷ്ടംപോലെ പൈസയുണ്ട്, കൂട്ടുകാരെല്ലാം വെളി ബൈക്കും കൊണ്ട് നോക്കി നിൽക്കുക, ഇവന്റെ വരവ് നോക്കിക്കൊണ്ട്. കാരണം അവർക്കറിയാം ഇവന്റെ ഈ പൈസ ഉണ്ടെന്ന് ഇഷ്ടംപോലെ. കൂട്ടുകാർ അവനെ വിളിച്ചോണ്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. അവരെല്ലാം കറങ്ങി, വേൾഡ് ടൂർ എല്ലാം കറങ്ങി, പോകേണ്ടിടത്തെല്ലാം പോയി. കഴിയേണ്ടവരോടോ കഴിഞ്ഞു, കുടിക്കേണ്ടത് കുടിച്ചു, തിന്നേണ്ടത് തിന്നു, എന്തെല്ലാമോ അതെല്ലാം കഴിഞ്ഞു. ആ 15-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ ചേട്ടൻ, മൂത്ത ബ്രദർ, ഈ ഇളയ മോനെ കുറിച്ച് പറയുന്ന ഒരു കമന്റ് ഉണ്ട്. എന്തുവാണെന്നറിയാമോ? വേശ്യമാരോടുകൂടി സമ്പത്തൊക്കെ കളഞ്ഞവൻ എന്ന് പറഞ്ഞാൽ അവൻ ആ വഴിയിലും പോയി. അറിവ് കിട്ടിക്കാണും അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ചുമ്മാ ഒരു ഊഹമായിരിക്കാം, വാട്ട് എവർ ബി ഇറ്റ്. അപ്പോൾ എല്ലാ വഴികളിലും പോയി. കയ്യിലെ കാശ് തീർന്നപ്പോൾ കൂട്ടുകാരും പോയി. ഇപ്പം ഇദ്ദേഹം എവിടെ എത്തിയേക്കുന്നതെന്ന് അറിയാമോ? പന്നികളെ മേയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു ഫാം ഹൗസിലാണ് എത്തിയത് പുള്ളി. ചിന്തിച്ചു നോക്കിക്കേ.
ഒരു വലിയ, അവിടെ നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഒരു വലിയ ഫാമിൻ ഉണ്ടായിരുന്നു, ഒരു വലിയ ക്ഷാമം ഉണ്ടായിരുന്ന. എന്തിനു വേണ്ടിയാ ആ ക്ഷാമം ഉണ്ടാക്കിയെന്നറിയാമോ? ഇവനെ തിരിച്ചു കൊണ്ടുവരും. അതിന് ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഹാസ് ഹാപ്പൻഡ് വിത്ത് ദ ലൈഫ് ഓഫ് ജോന. ജോനയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ജോനയെ മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരു സ്റ്റോം അവിടെ അയച്ചതുപോലെ, ഒരു കാറ്റ് അയച്ചതുപോലെ ഈ മകനെ മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടെ ഒരു ക്ഷാമം വന്നു. ആ ക്ഷാമം വന്നപ്പോഴാണ് ഭക്ഷണം ആർക്കുമില്ല. ഭക്ഷണത്തിന് ഭയങ്കര വില. ഇവൻ്റെ കൈ പൈസയില്ല. കാരണം ഒരു കാര്യം ഓർക്കണമേ സഹോദര, മല പോലെയുള്ള പണമായാലും ഇഫ് യു കീപ് സ്പെൻഡിങ് ഇറ്റ്, വൺ ഡേ ഇറ്റ് വിൽ ബിക്കം സീറോ. ഡോണ്ട് വറി എന്നല്ല, ഡോണ്ട് ബി എക്സൈറ്റഡ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള വെൽത്തോർത്ത് നമ്മൾ എക്സൈറ്റഡ് ആവരുത് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ക്യാൻ ബി നത്തിങ് ഇൻ എ ഷോർട്ട് ടൈം. നമ്മുടെ കയ്യിലുള്ളത് എത്ര ഹ്യൂജ് എമൗണ്ട് ആയാലും, ഹ്യൂജ് പ്രോപ്പർട്ടി ആയാലും, ഹ്യൂജ് ഇൻഹെറിറ്റൻസ് ആയാലും, അതൊന്നുമില്ലാതാകാൻ തക്കോണം അധികം ദിവസം വേണ്ട. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ കേസ് ഓഫ് ദിസ് ബോയ്. ഒരു ഹ്യൂജ് എമൗണ്ടും കൊണ്ടാവും പോയത്. In a short time, he became helpless. He became as good as a beggar. ഒരു യാചകനെ പോലെ ആയിപ്പോയി. അവൻ അങ്ങനെ യാചിച്ച് ഒരു വീട്ടിൽ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത്, ഞാൻ നിനക്കൊരു ജോലി തരാം. എന്തുവാണെന്നറിയാമോ? എൻ്റെ പന്നികളെ ഫീഡുമായി പിഗ്സ്, എൻ്റെ പന്നികളെ മേയിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എവിടെ കടന്നവനവൻ? പിതാവിൻ്റെ ഭവനത്തിൽ മേശയിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചവൻ. അവന് വേലക്കാരുണ്ട്, അവന് ചോദിക്കുന്നത് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്, അവന് ഇഷ്ടം പോലെ ഉണ്ട്, അവൻ്റെ കൈ കഴിയിക്കാൻ ആളുണ്ട്, അവൻ്റെ പാത്രം പറക്കിക്കൊണ്ടുപോയി കഴുകാൻ ആളുണ്ട്. പക്ഷെ ഇവിടെയോ അവൻ പന്നിക്ക് വാരി തീറ്റ കൊടുക്കുക, പന്നിയുടെ കൂട് വൃത്തിയാക്കുക. അനേക ദൈവമക്കളുടെ ആത്മീക നിലവാരമായി പറയുന്നത് കേട്ടോ. ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോടു കൂടെ സന്തോഷത്തിൽ കഴിയേണ്ടവർ, ദൈവമഹത്വം അനുഭവിക്കേണ്ടവർ, കർത്താവിൻ്റെ നാമത്തിന് സാക്ഷികളായി വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കേണ്ടവർ, അവരിരുളിൻ്റെ മറവിൽ ചെയ്യുന്ന പ്രവർത്തികളൊന്ന് ചിന്തിച്ച് നോക്കി. ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ട്, ശത്രുവിൻ്റെ വഴികളിൽ അകപ്പെട്ടിട്ട്. നിങ്ങൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം ഒന്ന് പഠിക്കണം. അവിടെ എഴുതിയിരിക്കുന്നു, അവർ ചെയ്യുന്ന പ്രവർത്തികൾ പോലും. ഞാൻ ഒറ്റ മിനിറ്റ് ആ വാക്യം ഒന്ന് എടുത്ത് നോക്കിക്കോട്ടെ. ഞാൻ നിങ്ങളെ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ആരെങ്കിലും എന്നേക്കാൾ മുമ്പിൽ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്കത് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആവർത്തിച്ച് ആ വാക്യങ്ങൾ എൻ്റെ മൈൻഡിലേക്ക് വരുന്നു. 11:5-11 മുതലുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 10 മുതലുള്ള വാക്യങ്ങൾ നോക്കിയോ, 9 മുതലുള്ള വാക്യങ്ങൾ നോക്കിയോ, ഓക്കെ 8 മുതലുള്ള വാക്യങ്ങൾ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ ദുഷ്പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. സി, അവർ ചെയ്യുന്നത്, ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. ഐ ഡോണ്ട് നോ ഹൗ ഫാർ യു ആർ ഓർ ഐ ആം നൗ, ബട്ട് തിങ്ക് അബൌട്ട് ദ ഡേയ്സ് ബിഫോർ. കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. നമ്മൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, ഇന്നും ദൈവമക്കളെന്ന് പറയുന്ന പലരും രഹസ്യത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതാരെങ്കിലും പരസ്യത്തിലൊന്ന് കണ്ടാൽ എത്രമാത്രം ലജ്ജാവഹമാണ്, അല്ലേ? ലജ്ജാവഹമാ. ചിന്തിച്ചേ, നമ്മൾ ഫോണിൽ കാണുന്ന കാര്യങ്ങൾ, ലാപ്ടോപ്പിൽ കാണുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അയക്കുന്ന ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ, അത് വീഡിയോ മെസ്സേജ് ആയിക്കൊള്ളട്ടെ, ഓഡിയോ മെസ്സേജ് ആയിക്കൊള്ളട്ടെ, സിമ്പിൾ ടെക്സ്റ്റ് ആയിക്കൊള്ളട്ടെ, അല്ലേ? പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പലതും ലജ്ജാവഹമാണ്. ഇവിടെ ഈ മകൻ അവിടെ ആ പന്നിക്കൂട്ടിൽ ചെന്ന് കിടന്നിട്ട് അവനൊന്ന് ചിന്തിച്ച് നോക്കിയേ. എൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നവരാരെങ്കിലും വന്ന് എൻ്റെ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ലജ്ജയാണ്. ഇവിടെ കിടക്കേണ്ടവരാണോ ഞാൻ? ഇറ്റ് വാസ് എ റോങ് ചോയ്സ് ഹി മെയ്ഡ്. ദാറ്റ് റോങ് ചോയ്സ് ടുക്ക് ഹിം ടു ദ പിഗ് ഹൗസ്. ഹല്ലേലൂയ. ആ പിഗ് ഹൗസിൽ എത്തുന്നതിന് മുമ്പ് അവന് കുറേ സുഖം അനുഭവിച്ചു ലോകത്തിൻ്റെ. പക്ഷേ ലോകത്തിൻ്റെ സുഖം നിന്നെ എത്തിക്കുന്നത് പന്നിക്കൂട്ടിലാണെന്ന് നീ ഓർക്കണം. ഇന്ന് ലോകത്തിൻ്റെ സുഖമുണ്ട് കേട്ടോ, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് തോന്നുന്നത് പോലെ ചെയ്യുവാൻ തക്കവണ്ണം കഴിയും, ഞാൻ ആരുടെയും, അങ്ങനല്ലേ പലരും പറയുന്നത്.
ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ആരുടെയും പൈസ വാങ്ങിക്കുന്നില്ലല്ലോ, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കില്ല. സഹോദരി നീ ജീവിച്ചോ, പക്ഷെ നീ എത്തുന്നത് പന്നിക്കൂട്ടിലായിരിക്കും. There is no doubt about that. പക്ഷെ എവിടെ ഇരിക്കേണ്ടവനാ നീ ദൈവത്തിൽ നിന്ന് മാറുന്ന നിമിഷം, ദൈവം നിന്നെ വിളിച്ച വിളിയിൽ നിന്ന് നീ മാറുന്ന നിമിഷം, തെറ്റായ വഴിയിലേക്ക് നീ പോകുന്ന നിമിഷം, നീ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, there was a famine. അങ്ങനാണ് he came into his senses. ആ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നുണ്ടേ, അവിടെ എഴുതിയിരിക്കുക, 15-ാമത്തെ അധ്യായം, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് എടുക്കട്ടെ. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം, ലൂക്കോസിന് ശേഷം 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിയേ. when he came into his senses. 14-ാമത്തെ വാക്യം, 15-14, 15-14. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനമായ ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. താഴേക്ക് വായിച്ചു വരുന്നു. 16-ാമത്തെ വാക്യം പറയുന്നു, പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അവൻ 4 വശം നോക്കിയിട്ട് പന്നിയുടെ മൂക്ക് പിടിച്ച് മാറ്റിയിട്ട് പന്നിയുടെ മുമ്പിലിരുന്ന് ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. He was that desperate. He didn't have any money. അവൻ രാവിലെ ഒരു ചപ്പാത്തി കൊടുക്കും, ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തിയുടെ മുറിവ് ആര് കൊടുക്കുക? വീട്ടുകാർ. രാവിലെ അവനോട് പറയും, നീ ഇത്രയും തിന്നാൽ മതി, നല്ല തടിയായിട്ടൊക്കെ ഇരിക്കുന്നു, ഇത്രയും തടിയുടെ ഒന്നും ആവശ്യമില്ല, തടി കുറയട്ടെ. കാരണം അവിടുന്ന് കൊടുത്തത് പിതാവായിരുന്നു, കണക്കില്ലാതാ കൊടുത്തത്. ഇവിടുന്ന് കൊടുക്കുന്നതോ അവൻ്റെ യജമാനന്. ബിക്കോസ് ഹി ബിക്കേം എ സെർവൻറ്റ്. In father's house he was a son. In this house he is a servant. From the level of son he became a servant. അവനോട് പറഞ്ഞു, നിനക്കിനി തരുന്നത് എന്തോന്നറിയാമോ? രാവിലെ ഒരു ചപ്പാത്തി, ഉച്ചയ്ക്ക് ഇച്ചിരി കഞ്ഞി, വൈകിട്ട് കിടക്കാൻ ഒരു ചപ്പാത്തി. അതുവല്ലം കഴിച്ച് അവന് വയറ് നിറയുമോ? അവന് പിന്നെ ആശ്രയിക്കാൻ ഒന്നേ ഉള്ളൂ, പന്നി തിന്നുന്ന ഭക്ഷണം കഴിക്കണം, വയറ് നിറയ്ക്കുക. അതാ ഇവിടെ എഴുതിയിരിക്കുന്നു, നോക്കിയേ. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അത് തിന്നുന്നത് പോലും ആരെയും കാണാതെ വേണം തിന്നാൻ. അടുത്ത വാക്യം നോക്കിയേ. അപ്പോൾ സുബോധം വന്നിട്ട്, 17-ാമത്തെ വാക്യം, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പോണ്ട് നശിച്ചു പോകുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ആൻഡ് വെൻ ഹി കെയിം ടു ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ബോധത്തിലേക്ക് അവൻ വന്നു. ഹി കെയിം ഇൻ ടു ഹിസ് സെൻസസ്, ഹി കെയിം ഇൻ ടു ദ ലൈറ്റ്. എന്നെ കേൾക്കുന്ന സഹോദരി, പിശാച് നമ്മുടെ കണ്ണുകൾ അടയ്ക്കും. അവൻ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങീഭവിക്കും. പിന്നെ നമുക്കറിയത്തില്ല നമ്മൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന്. സഹോദരി, ഈ നാളുകളിൽ നാം പ്രാർത്ഥിക്കേണ്ടത് അതാ, കർത്താവേ, എൻ്റെ കാഴ്ച പിശാച് കളയരുത്. ഈ ലോകത്തെ കാണിച്ച് എൻ്റെ കണ്ണ് അവൻ മഞ്ഞളിപ്പിക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ടത്, മഞ്ഞളിപ്പിച്ചു കഴിഞ്ഞാൽ നാം എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്, ഒരു ബോധവും കിട്ടത്തില്ല. പിന്നെ ഇതുപോലുള്ള അനുഭവം കടന്നു വരണം. നമ്മുടെ കണ്ണ് തുറക്കണമെങ്കിൽ, സുബോധം വരണമെങ്കിൽ. നമുക്കറിയാം അവൻ അവിടുന്ന് എഴുന്നേറ്റ് വരുന്നതായിട്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇവനെ അന്വേഷിച്ച് എന്താ പിതാവ് ആളുകളെ വിടാഞ്ഞത്? അഥവാ എനിക്ക് തോന്നുന്നു പിതാവിന് അറിയാമായിരിക്കും ഇവൻ എവിടെയാണെന്നുള്ളത്. അതുകൊണ്ടല്ലേ ജ്യേഷ്ഠൻ അവനെക്കുറിച്ച് ചില കമൻറ്റുകളൊക്കെ പറഞ്ഞത്. That is the reason elder brother has passed some comments about this boy. That means they did know where this boy was probably. Father, നമ്മളെല്ലാവരും പറഞ്ഞ് പിതാവ് സ്നേഹമുള്ളവരായിരുന്നു, കുറച്ച് പൈസ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ പോരായിരുന്നു. Father could have sent him some money occasionally so that his child would be okay there. Why didn't father send money to him? Because father knew that if I keep sending money, he will never ever come home. സഹോദരി, പാപത്തിൻ്റെ മധ്യത്തിൽ നീ ജീവിക്കുമ്പോൾ, ചില അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ, പെട്ടെന്ന് വിടുതൽ നമ്മൾ അനുഭവിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും. ആ അനുഭവത്തിൽ നമ്മളെ കർത്താവ് ചിലത് പഠിപ്പിച്ചെടുക്കുക. For a season, you and I may be allowed to stay in the pig house just for a season, until and unless we come to these senses. ഇനി നമുക്കറിയാം, ഈ മോന് വന്ന ട്രാൻസ്ഫോർമേഷൻ നോക്കി. അവൻ അങ്ങോട്ട് പോയപ്പോൾ ആരായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ ആരായിരുന്നു? അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് he had so many ideas, he had so many plans, he had so many friends, he had so many dreams. When he was on his way back home, what was in his mind? അവൻ വന്ന് പിതാവിനോട് പറഞ്ഞെന്താണെന്നറിയാമോ? My father, I have no claim. Treat me as one of your servants. That means I am willing to sit at your feet for any number of days, for any number of time. എന്നെ പിതാവേ,
അപ്പ അങ്ങയുടെ വേലക്കാരിൽ ഒരാളായിട്ട് എന്നെ കരുതിയാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ പാദപീഠത്തിൽ അപ്പൻ പറയുന്നത് കേട്ട് എത്ര കാലവും ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഇച്ചിരി ഭക്ഷണം മാത്രം തന്നാൽ മതി. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ ഒരു വരവ്, മടങ്ങി വരവ്, അങ്ങേ വിട്ടിട്ട് ഞാൻ എങ്ങും പോകത്തില്ല. അങ്ങേ വിട്ടിട്ട് ഞാൻ എങ്ങും പോകത്തില്ല. കാരണം ഞാൻ ഈ ലോകത്ത് കടന്നു പോയിടത്തൊന്നും ഈ സ്നേഹം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ കരുതൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ ദയ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. സഹോദര സഹോദരി, നീ മറന്നു പോകരുത്. ഡെവിൾ ഈസ് എ ടാസ്ക് മാസ്റ്റർ. പിശാച് ഒരു ടാസ്ക് മാസ്റ്ററാ. അവൻ ആദ്യം നിന്നെ ചിരിച്ചു കാണിക്കും, ആദ്യം നിന്നെ മയക്കും. പക്ഷെ അവന്റെ കയ്യിൽ നീ അകപ്പെട്ടു കഴിഞ്ഞാൽ യു വിൽ ബി ടോർമെന്റഡ് there. അവൻ നിന്നെ പീഡിപ്പിക്കും. നിന്നിലെ സന്തോഷം അവൻ എടുത്തു മാറ്റും. നിന്നിലെ ആശയും പ്രത്യാശയും മാറ്റും. നിന്നെ അവൻ നിരാശയിലേക്ക് കൊണ്ടുവരും. നിന്നെ അവൻ അന്ധകാരത്തിലാക്കും. നിന്റെ സ്വസ്ഥത അവൻ കെടുത്തും. ഒന്ന് പോയി നോക്കിക്കേ ലോകത്തിന്റെ പിന്നാലെ. എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് സ്വസ്ഥതയുള്ളത് ദൈവസന്നിധിയിലായിരിക്കുന്നത് കൊണ്ടാ. ഇവിടെ നിന്ന് മാറി നോക്ക് ദൈവ പൈതലേ, നിന്റെ സ്വസ്ഥത പോകും, നിന്റെ സമാധാനം പോകും, നിന്റെ സന്തോഷം പോകും. പിതാവിന്റെ ഭവനത്തിൽ നിന്ന് മാറിപ്പോയാൽ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ കർത്താവിൻ്റെ പദ്ധതി നമ്മളെക്കുറിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മടങ്ങിക്കൊണ്ടുവരും. എ ജേർണി ബാക്ക് ടു ദ ഫാദർ, എ ജേർണി ബാക്ക് ടു ഹോം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ സമാനമായ അനുഭവങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, എന്തുകൊണ്ട്? വൈ ഗോഡ് അലൗസ് ദീസ് തിങ്സ് ഇൻ മൈ ലൈഫ്? ബിക്കോസ് ഗോഡ് ലവ്സ് മീ സോ മച്ച്. മൈ കോളിംഗ് ഈസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഹി കുഡ് ഹാവ് ഗിവൺ അപ്പ് ഓൺ മീ. അവന് എന്നെ വേണേൽ ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷെ അവൻ എന്നെ ഉപേക്ഷിക്കുന്നില്ല. കാരണം ഹി ഈസ് സോ കൈൻഡ്. ഐ ഹാവ് ബീൻ ചോസൺ ഫോർ ആൻ ഇറ്റേണൽ പർപ്പസ്. നിത്യമായ വിളിയാൽ എന്നെ വിളിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വന്ന പത്രോസിനെ കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ. പത്രോസ് ആരാരെന്നറിയാമോ നിങ്ങൾക്ക്? മത്തായിയുടെ സുവിശേഷം, ഞാൻ ഈ ദൈവവചനം ധ്യാനിച്ചപ്പോൾ ഇന്നെൻ്റെ ശ്രദ്ധയിലേക്ക് വന്ന 2 വാക്യങ്ങൾ ഞാൻ എത്രയോ തവണ ഞാനത് വായിച്ചു വിട്ടിട്ടുള്ളതാണെന്നറിയാമോ? പക്ഷേ 2 വാക്യങ്ങളിലേക്ക് വന്നപ്പോൾ ഹൂ വാസ് പീറ്റർ എന്ന് എനിക്ക് 100% മനസ്സിലായി. എന്തോന്നറിയാമോ? ഹി വാസ് എൻ അൺബ്രോക്കൺ മാൻ. He was an unbroken man. Look into the Son of God, Lord Jesus. He was broken. When he came down on this earth as a man, he was broken. He left every heavenly splendors, heavenly majesty. ലോക സ്വർഗത്തിലെ സകല മഹത്വവും വിട്ടിട്ട് ഒരു ബ്രോക്കൺ പേഴ്സൺ ആയിട്ട് ഈ ഭൂമിയിലേക്ക് കർത്താവ് വന്നത്. ചിന്തിച്ചു നോക്ക്. He was as lower as a servant. He took the cross. All through his 33+ years life on earth, he was, every single moment he was broken by the circumstances. He was carrying his cross. കർത്താവ് ക്രൂശ് എടുത്തത് 33-ാമത്തെ വയസ്സിലല്ല. ജനിച്ച നാൾ ഓർമ്മ വെച്ച നാൾ മുതൽ he was carrying the cross. He was carrying the cross of self-denial. Self-denial is the cross which we all are called to carry. ഫിസിക്കൽ ക്രോസ് അല്ല, അപ്പുറവും ഇപ്പുറവുമുള്ള ചിലർ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് കഴുത വെച്ചുകൊണ്ട് നടക്കുന്ന ക്രോസ് അല്ല നമ്മൾ വഹിക്കേണ്ട ക്രോസ്. നമ്മൾ വഹിക്കേണ്ട ക്രോസ് എന്ന് പറയുന്നത് സെൽഫ് ഡിനയല. എന്റെ ഇഷ്ടം വേണ്ട, അങ്ങയുടെ ഇഷ്ടം മതിയെന്ന് നമ്മൾ പറയുന്നതാണ് the cross which we are supposed to take. ആ കുരിശാണ് നമ്മൾ എടുക്കേണ്ടത്. അതാ കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനംതോറും എന്നെ അനുഗമിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 9:23. ഹല്ലേലൂയ. അതെ, അത് തന്നെയാണ് 8:36. മർക്കോസിന്റെ സുവിശേഷം പറയുന്നു. മത്തായി 10:38, 16:24, ലൂക്കോസ് 14:27. ഈ വാക്യങ്ങളൊക്കെയും പറയുന്നത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനംതോറും എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് എടുക്കാനാ. കാരണം God expects us to be broken every single day. എങ്ങനെയാണ് നമ്മൾ ബ്രോക്കൺ ആകുന്നത്? When I say to God, not my will, let thy will be done in my life. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറയുമ്പോഴാണ് we gets broken there. Peter was an unbroken man. ഞാൻ 2 വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാം. അത് പറഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലേക്കൊന്ന് വന്നേ. This is Peter speaking. 26-ാം അധ്യായത്തിന് 33-ാമത്തെ വാക്യം. അതിന് പത്രോസ്, എല്ലാവരും നിങ്കൽ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. Who is he speaking to?
He is speaking to God Almighty. അത്യുന്നതനായ ദൈവം ക്രിസ്തുവിനോട് അവൻ ഹൃദയത്തെ അറിയുന്ന, ആത്മാവിനെ അറിയുന്ന നമ്മുടെ വായിൽ ദൈവവചനം പറയുന്നു, നീ അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിന്മേൽ ഇല്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ആ ദൈവത്തോടാണ് അവൻ പറയുന്നത്, എല്ലാവരും ഇടറിയാലും ഞാൻ നിങ്ങൾ ഒരു നാളും. ആ വാക്യം നിങ്ങൾ നോക്കിക്കേ. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. Who is this Peter? ഇത്രമാത്രം തന്നിൽ ഉറപ്പുള്ളവൻ. ഞാൻ ഇവരെ പോലൊന്നുമല്ല. He was an unbroken man. He was a self-centered man. He had so much confidence in himself. തന്നിൽ ഇത്രമാത്രം ഉറപ്പുള്ളവൻ. ഇവർക്ക് ചിലപ്പോൾ ഇടറിപ്പോകുമായിരിക്കും. Because he was having high esteem of himself. അവനെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ അവന് പറയാനുള്ളത്. ഞാൻ ഇവരെ പോലൊന്നുമല്ലെന്ന്. ഈ യോഹന്നാനെ പോലെ, ഈ യാക്കോബിനെ പോലൊക്കെയാണോ ഞാൻ? അല്ല. ഈ ഫിലിപ്പിനെ പോലാണോ ഞാൻ? അല്ല. I am different. I have willpower. ഇവരെല്ലാം നിങ്ങളിടറിയാലും. Even if they, ഇവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വാക്യം 33 verse, Peter answered and said to him, though all men shall be offended because of thee, yet will I never be offended. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനൊരു വ്യക്തിയെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലിന് കർത്താവിന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് കരുണയോട് ഇടപെടാൻ പറ്റുമോ? അങ്ങനൊരു വ്യക്തിക്ക് മറ്റൊരാളുടെ വീഴ്ച കണ്ടു നിൽക്കാൻ പറ്റുമോ? ഒരാളുടെ തോൽവി കണ്ടു നിൽക്കാൻ പറ്റുമോ? ഒരാളോട് സഹതാപം കാണിക്കുവാൻ പറ്റുമോ? ഒരാളോട് കരുണ കാണിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഒരു വ്യക്തിക്ക് വേണ്ടി ഇരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇല്ല. പീറ്റർ ഹാഡ് ടു ബി ബ്രോക്കൺ. അടുത്തൊരു വാക്യം നോക്കിയേ, താഴോട്ട് വന്നേ. 35-ാമത്തെ വാക്യം നോക്കിയേ. 34 നോക്ക്. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നത് പറഞ്ഞു. നോക്കിയേ. When Peter said, I won't deny, ഞാൻ നിങ്ങൾ ഇടറത്തില്ലെന്ന് പറഞ്ഞ യേശു കർത്താവ്, പീറ്റർ, പത്രോസേ നിക്ക്, കോഴി കൂകും മുമ്പേ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക്. If you were in the shoes of Peter, if you were in the place of Peter, when Jesus pointing in his finger to you and say, look, you are going to deny me 3 times. I am saying you, verily, verily, for sure I am saying you. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ്? നമ്മൾ പറയും, ഓ ഞാൻ പറയുമോ? കാരണം ഇത് കർത്താവാണ് സംസാരിക്കുന്നത്. പക്ഷെ പത്രോസ് അതിന് കൊടുത്ത മറുപടി എന്ത് വന്നു? 35-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എന്താണെന്നറിയാമോ? 35-ാമത്തെ വാക്യം, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ വാസ് ടെല്ലിങ് ജീസസ്, യു ആർ റോങ്. യു ഡോണ്ട് നോ ഹു പീറ്റർ ഈസ്. യേശുവേ, നിനക്ക് എന്നെ അറിയത്തില്ല. നിന്റെ കൂടെ ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ തള്ളിപ്പറയത്തില്ല. Now you tell me, my brother, my sister, was it needed for Peter to be broken? പത്രോസ് തകർക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. തീർച്ചയായിട്ടും ആവശ്യമായിരുന്നു. ഈ അധ്യായത്തിൻ്റെ അവസാനം നിങ്ങളൊന്ന് നോക്കിക്കേ, എങ്ങനെയാണ് അധ്യായം അവസാനിക്കുന്നതെന്ന്. എന്നാൽ 75 verse 75, എന്നാൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി ദുഃഖത്തോടെ കരഞ്ഞു. സഹോദര സഹോദരി, God allows us to fall sometimes, just to take the self from us, to break us, to confess before God, to say that not me but you. കർത്താവേ, എന്നെക്കൊണ്ട് ഒന്നിനും കഴിയത്തില്ലെന്ന് നീയും ഞാനും പറയുന്നത് വരെ he would allow something in our life. ഹല്ലേലൂയ. ഒരല്പമെങ്കിലും നമ്മൾ എബ്രഹാമിൻ്റെ ഒക്കെ ജീവിതം പഠിക്കാൻ പോകുമ്പോൾ അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഴയ നിയമത്തിൽ പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഞാനല്ല നീ എന്ന് പറയാൻ എനിക്ക് കഴിയണം. ഞാനല്ല നീയാണ് കർത്താവ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്നത് nothing of me, it is all your grace. Whatever I do, you do. Whatever we glory about, it's all because of him. And through his power, through his grace, through his spirit. നമ്മളെ കർത്താവ് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ കരങ്ങളിലെ ആയുധങ്ങൾ മാത്രമാണ് നമ്മൾ. ഹല്ലേലൂയ. ഇത് എൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോ, വി ആർ ടേക്കിംഗ് ദ ഗ്ലോറി ഓഫ് ഗാഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. പത്രോസ് നീഡഡ് ടു ബി ബ്രോക്കൺ. നമുക്കറിയാം പെന്തിക്കോസ്തി നാളിൽ
ദൈവവചനത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പത്രോസാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഹല്ലേലൂയ ഈ ജനത്തോട് പ്രസംഗിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. വൺ ആഫ്റ്റർ അനദർ പീപ്പിൾ ഗോട്ട് റിപ്പന്റഡ്. ഓരോരുത്തരും മാനസാന്തരപ്പെടുന്നത് കാണുവാനായിട്ടിരിക്കും. കാരണം എന്താണെന്നറിയാമോ? മാനസാന്തരം പത്രോസിൽ ആദ്യം ആരംഭിച്ചു. God's power could use him. God's spirit could use him. He would never ever glory about himself. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ എവിടെയോ ആരോ എഴുതി, ഞാൻ വായിച്ചിട്ടുണ്ട്. പത്രോസിൻ്റെ ശേഷിച്ചുള്ള ജീവിതത്തിൽ പത്രോസിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ കോഴി കൂകുമ്പോൾ പത്രോസ് ജീവനോടിരിക്കുന്ന സമയം, പിന്നീടുള്ള കാലങ്ങളിലൊക്കെയും ഓരോ ദിവസം പ്രഭാതത്തിൽ കോഴി കൂകുമ്പോൾ പത്രോസ് എഴുന്നേറ്റിരുന്ന് കരയുമായിരുന്നത്. ഒരു നാളിൽ ഇങ്ങനെ കോഴി കൂവിയപ്പോഴാണ് ഞാൻ എൻ്റെ മാസ്റ്ററിനെ, ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞെന്നോർത്ത്. നമുക്കറിയാം പത്രോസിൻ്റെ പിന്നിലുള്ള ജീവിതം എങ്ങനെയായിരുന്നെന്ന്. ഹി നെവർ ഗ്ലോറിഡ് ഇൻ ഹിംസെൽഫ്. ഹല്ലേലൂയ. നമുക്കറിയാം ഗലാത്യ ലേഖനത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പത്രോസിനെ പൗലോസ് ശാസിക്കുന്നതായിട്ടൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെയും പത്രോസ് ഒരു വാക്ക് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. സഭാചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ ആ വലിയ സിനഗോഗൊക്കെ ഈ ജെറുസലേമിൽ നടക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ എങ്ങും പത്രോസിൻ്റെ ശബ്ദമല്ല കേൾക്കുന്നത്, യാക്കോബിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. പത്രോസ് എങ്ങും കൈ ഉയർത്തി ഞാൻ 1 എന്ന് പറയത്തില്ല, ഞാൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടില്ല. കാരണം he was broken in such a way that he didn't want to boast himself or he didn't want to show himself off. തന്നെ ഉയർത്തുവാനുള്ള ആഗ്രഹം അവരിൽ നിന്ന് മാറിപ്പോയി. എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. നാം ആദ്യം കേട്ട വചനത്തിലേക്ക് കടന്നു വന്നേ. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്, നമ്മൾ പകലിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കണം. ഇരുട്ടിൻ്റെ മക്കളായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ടാക്കരുത് ദൈവമക്കളെ. കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു മടങ്ങി വരവ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മളെ കടത്തിവിട്ടേക്കാം. എന്തിനെന്നറിയാമോ? നമ്മൾ നശിച്ചു പോകുവാനല്ല, നഷ്ടപ്പെട്ടു പോകുവാനല്ല, ഒരു വലിയ മടങ്ങി വരവിന് വേണ്ടി. ഈ കർത്താവിൻ്റെ ഭവനത്തിലേക്ക്, ശ്രേഷ്ഠമേറിയ കർത്താവിൻ്റെ വിളിയിലേക്ക് അവൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണം ശക്തിയോടെ കർത്താവ് നമ്മളെ അഭിഷേകത്തോടെ മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് അനുവദിക്കുന്നു എന്ന് മാത്രം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം.